കർത്താവിനെ കാണുകയാണ്. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന ഒരു മുഖം. ഹല്ലേലൂയ. ഇന്നുവരെ കാണാത്തൊരു മുഖം. നിലയങ്കി ധരിച്ചു, മാറത്ത് പൊൻകച്ചിട്ടെ കർത്താവിന്റെ മുഖത്തെ അവന് കാണാൻ കഴിയും. കണ്ടിട്ട് അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ കർത്താവിനെ തൊട്ട് പറഞ്ഞ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ആ കർത്താവിന് ആഗ്രഹം ആരോടായിരുന്നു? യോഹന്നാനോടായിരുന്നു. ഇതേപോലെ തന്നെ അത്രയും നോക്കാൻ കഴിയാത്ത സൂര്യപ്രകാശത്തെ കവിയുന്ന മുഖപ്രകാശമുള്ളവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളെയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയാണ്. ഹല്ലേലൂയ. നമ്മൾ കാഴ്ചയ്ക്ക് നല്ലതിനെ നോക്കി തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മൾ ഗ്ലാമറുകൾ തെളിയുമ്പോൾ, നമ്മൾ നല്ല ഹല്ലേലൂയ നന്മ കിട്ടുന്ന നോക്കുമ്പോൾ, ഹല്ലേലൂയ യേശു അങ്ങനെയല്ല. ഒന്നും കിട്ടാത്ത ഞാൻ നോക്കുന്നത്, ഒന്നും അനുഭവിക്കാൻ പറ്റില്ല, ആർക്കും വേണ്ടാത്ത. ഹല്ലേലൂയ. ഇത് ഈ കർത്താവിന്റെ ഒരു പ്രത്യേകത. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഒരിക്കൽ ഒരു ബൈബിൾ പണ്ഡിതൻ ഹല്ലേലൂയ അവനോട് ചോദിച്ചു, ഈ ബൈബിളിലെ വചനമെല്ലാം അറിയാമെന്ന് ചോദിച്ചു. ആ ബൈബിളിലെ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, സമുദ്രത്തിൽ ഇറങ്ങിയിട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ കൈവിരലിൽ മുക്കിയിട്ട് എന്റെ നാവിൽ വെച്ചപ്പോൾ ഉപ്പ് രസം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വെള്ളത്തിന്റെ ആഴവും വെള്ളത്തിന്റെ വീതിയും വെള്ളത്തിന്റെ നീളവും എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതേപോലെയാണ് ദൈവത്തിന്റെ വചനം. കാരണം ആ വചനം യേശു ആയതുകൊണ്ടാണ്. ഇതേപോലെയാണ് ദൈവത്തിന്റെ സ്നേഹം. നമ്മൾ അനുഭവിക്കുന്ന ഒരു തുള്ളി മാത്രമാണെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള സ്നേഹം വന്നാൽ നമുക്ക് താങ്ങാൻ കഴിയത്തില്ല. അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിലില്ല. ഹല്ലേലൂയ. അങ്ങനത്തെ സ്നേഹം കർത്താവിന്റെ. യോഹന്നാൻ കണ്ടില്ലേ, ആ സ്നേഹം കാരണമല്ലേ ഈ പത്മോസിലൊന്നും അവന് പ്രശ്നമല്ല. പത്മോസൊന്നും അവന് പ്രശ്നമില്ലാത്ത ദൈവത്തോടുള്ള സ്നേഹമാണ്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അവന്റെ മേലേക്ക് വന്നപ്പോൾ അവന് താങ്ങാൻ കഴിയില്ല. അവൻ താഴെ വീണുപോയി. ഹല്ലേലൂയ. എത്രയോ കുട്ടികൾ യേശുവിന്റെ സ്നേഹം വരുമ്പോൾ പൊട്ടിക്കരയുന്നു, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അല്ലെ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. സഗായി എന്നൊരു മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. സഗായി എന്നൊരു മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ആഗ്രഹം അതായിരിക്കും. അതിനെ കവിയുന്ന ഒരു ആഗ്രഹം വേറെ ഇല്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് സഗായിക്കായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സഗായി. ഹല്ലേലൂയ. മലയാളത്തിൽ തന്നെ അറിയുന്നിരിക്കുന്നുണ്ട്, നല്ലൊരു ഇതുണ്ട്. ഹല്ലേലൂയ. സഗായി ആയിരുന്നു. ഒരു പക്ഷേ നമുക്ക് തോന്നും, ഹല്ലേലൂയ ഇതെന്താ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ഇടയ്ക്കടിച്ച് ഇങ്ങനെ പറയുന്നു എന്നുള്ളത്. ഞാൻ പറയട്ടെ, കർത്താവിന്റെ കാര്യമല്ലാതെ പിന്നെ ആരുടെ കാര്യം പറയും, ആരുടെ കാര്യം പാടും? ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു ക്രമമൊക്കെ വേണ്ടേ, ഒരു അടക്കം ചിട്ടയൊക്കെ വേണ്ടെന്ന് ചോദിച്ചാൽ കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ അവർക്ക് അടക്കം ചിട്ടൊന്നും അറിയത്തില്ല. അവർ കൊച്ചു പിള്ളേർ സന്തോഷം കൊണ്ട് അങ്ങോട്ട്. ഇതേപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കയറി വരുമ്പോൾ നമുക്ക് സമയവും നോക്കാൻ സമയമില്ല. അത്രത്തോളം കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു തലം. ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹം യേശുവിനെ ആകുമ്പോൾ ഹല്ലേലൂയ യേശുവിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാം മറന്നുപോകും. വേണ്ടാത്തതെല്ലാം മറന്നു. വേണ്ട, യേശു എത്രത്തോളം ആഴമായി എൻ്റെ അകത്തേക്ക് വരും അത്രത്തോളം എനിക്ക് ക്ഷമിക്കാൻ കഴിയും, അത്രത്തോളം എനിക്ക് താഴാൻ കഴിയും, അത്രത്തോളം എനിക്ക് സന്തോഷിക്കാൻ കഴിയും, അത്രത്തോളം എനിക്ക് സമാധാനിക്കാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കിയാൽ 5.25 അടി അല്ലെങ്കിൽ 6 അടി ഹൈറ്റ് മാത്രമുള്ള ഈ മനുഷ്യൻ കൂടിപ്പോയാൽ അല്ലെങ്കിൽ ഒരു 6 2 3 ഇഞ്ച് കൂടെ കാണുമായിരിക്കും. ഇതേയുള്ള മനുഷ്യൻ ഹല്ലേലൂയ ഒരു ചെറിയൊരു ഹല്ലേലൂയ ശരീരത്തിൽ ഒരൊറ്റ രോഗം വന്നാൽ ഇവന്റെ ഈ ശരീരം എങ്ങനെ ആവും അറിയില്ല. തിരിച്ച് ദൈവം ഈ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ശരീരം പുഴുക്കളെ കരിപ്പിടിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ശരീരമുള്ള മനുഷ്യൻ, ഈ മനുഷ്യനെ തേടിയാണോ യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്? തിരിച്ച് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഇത് അടങ്ങിക്കൊണ്ട് നമ്മൾ കൊടുക്കുക. ആർക്കെങ്കിലും വേണോ പിന്നെ ഈ ബോഡീനെ കുഴിച്ചിടാനല്ലാതെ വീട്ടുകാർക്ക് പോലും വേണ്ട. വീട്ടുകാർക്ക് വേണോ? ഭർത്താവിന് വേണോ? ഭാര്യയ്ക്ക് വേണോ? മക്കൾക്ക് വേണോ? കാരണം പുഴുക്കും ഇത് വേണ്ട. ഉണ്ടെങ്കിൽ മറവ് ചെയ്യുക, കത്തിച്ച് കളയുക. അതിലിരിക്കുന്ന മനുഷ്യനെ തേടിയല്ലേ യേശു ഇവിടെ വന്നെങ്കിൽ യേശുവിന് അത് വേണം. യേശുവിനെ അതിനെ പുതുക്കിയെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. യേശുവിനെ അത് വേണം. യേശു തേടി വരും. ഇനി നിങ്ങൾക്ക് കേൾക്കണം, മരിച്ചവിടെ കല്ലറകൾ തുറക്കപ്പെടും.
ആ ശരീരം പുതിയ വരും, രൂപാന്തരമായിട്ട് കയറി വരും. ആർക്കും വേണ്ടത് കൊണ്ട് അടക്കിയില്ലേ? ദൈവത്തിന് വേണ്ടി നിന്നവരുടെ ആർക്കും വേണ്ടത്തോടെ കൊണ്ട് അടക്കിയ കല്ലറകളുണ്ടല്ലോ. യേശു അത്യാവശ്യം വരുമ്പോൾ ആദ്യം തുറക്കുന്ന അവരുടെ കല്ലറയായിരിക്കും. ഹല്ലേലൂയ. ആ കല്ലറകളിൽ നിന്ന് കല്ലറകൾ അതിൽ എങ്ങനെ വെച്ചാലും അത് തുറന്നുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയാൽ അവരുടെ ശരീരം പെട്ടെന്ന് രൂപാന്തരമാണ്. ചിലപ്പോൾ ഇവര് മരിച്ച രോഗിയായിട്ടായിരിക്കാം, ചിലപ്പോൾ ഇവര് മരിച്ചത് പ്രായം കൂടുതലായിട്ടായിരിക്കാം. അവരുടെ പ്രായവും രോഗി അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്നേഹിക്കാൻ മക്കൾ പോലും ഉണ്ടായിരുന്നു വരത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കൊടുക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായിരുന്നു വരത്തില്ല. മരിച്ചു കഴിയുമ്പോൾ പറയും, എന്റെ അമ്മ നല്ലതായിരുന്നു, എന്റെ അമ്മ നല്ലതായിരുന്നു, അല്ലെങ്കിൽ എന്റെ ആള് നല്ലതായിരുന്നു എന്ന് പറയും. പക്ഷേ ആ വേദനയോടെ പോയി കഴിഞ്ഞാൽ അതേ ശരീരത്തിൽ തന്നെ യേശു മധ്യസ്ഥ വരുമ്പോൾ ആദ്യം ആ കല്ലറിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി കഴിയുമ്പോൾ ആ ശരീരം രോഗമില്ലാതെ, ആർക്കും വെറുക്കാൻ കഴിയാതെ, ആർക്കും വേണ്ടെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ആ ശരീരം മാത്രമായിട്ട് പുറത്തു വരും. അത്രത്തോളം ശക്തി യേശുവിനുണ്ടെങ്കിൽ യേശുവിനെ ഭൂമിയിൽ ഈ ആരോഗ്യത്തിലിരിക്കുമ്പോൾ നമുക്ക് ആരാധിച്ചുകൂടെ? ദൈവത്തെ ആരാധിച്ചുകൂടെ? കർത്താവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനം വള്ളി പുള്ളി തെറ്റാതെ നിറവേറുന്നു വയ്ക്കും. ഇതെല്ലാം നിറവേറിയിരിക്കും, ഇതെല്ലാം നിറവേറിയിരിക്കും. ഹല്ലേലൂയ. വെറും 70-80 വയസ്സ് മാത്രമുള്ള ഒരു മനുഷ്യനെ തേടി കർത്താവ് ഇവിടെ വന്നുവെങ്കിൽ കർത്താവിന് ആദ്യവും അന്ത്യവുമില്ല, ആരംഭവും അവസാനം കാണിക്കുന്നില്ല. അതാണ് ദൈവം, അതായിരിക്കണം ദൈവം. ഹല്ലേലൂയ. ആ ദൈവം തന്റെ യോഗ്യത ഉള്ളതിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരേണ്ടത്. അങ്ങനെയുള്ള ഒരു യോഗ്യത മനുഷ്യനില്ല, ഒരു ക്വാളിറ്റി മനുഷ്യനില്ല. പക്ഷെ അവരെ തേടി ഇറങ്ങിയെങ്കിൽ, ഹല്ലേലൂയ, അവരെ തേടി മാത്രം ഇറങ്ങിയെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഇത്രമാത്രം സ്നേഹമുള്ള ദൈവത്തിന് വേണ്ടി എന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ ജീവിതത്തിന്റെ? ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നതാ, നഗ്നനായി ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോമേ, ലോകത്തിലെനിക്കില്ലായാതൊന്നു എന്റെ കൂടങ്ങു പോകുവാ, ലോകത്തിൽ അങ്ങനെയല്ലേ അതിന്റെ ശരി. നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും നമ്മുടെ കൂടെ വരത്തില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ശരീരം പോലും നമ്മുടെ കൂടെ വരത്തില്ല. ശരീരം വരത്തില്ലേ? അപ്പൊ കൊണ്ട് കുഴിച്ചിട്ടതോ? ഞാൻ പറയുന്നത് അതല്ല. അകത്തെ ആത്മാവ് എടുക്കുമ്പോൾ എന്റെ കൂടെ വരാൻ വേറെ ഒന്നുമില്ലെന്ന്. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് വരാൻ പറ്റില്ല, ഭർത്താവിന് വരാൻ പറ്റത്തില്ല, മക്കൾക്ക് വരാൻ പറ്റത്തില്ല. ഇന്നിവിടെ വളരെ സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹല്ലേലൂയ, ഞാൻ സൈലസ് മാത്രമേ ഉള്ളൂ. ഈ ശാരീരപ്രകാരം ഈ വീട്ടിലല്ലാത്തവർ ആത്മപ്രകാരം ഉള്ളവരാ. പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ ഇത്രയും പേര് ഒന്നിക്കും എന്തൊരു സന്തോഷം അല്ലേ? കുടുംബക്കാരെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു സന്തോഷം അതിനകത്തല്ലേ? പക്ഷേ ഞാനോ നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഈ ഇരിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞില്ലേ, കുടുംബക്കാരെന്ന് പറയുന്നത് ആർക്കും വരാൻ പറ്റത്തില്ല. ആ ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുന്നു അല്ലേ? എന്തിനാണ് നമ്മുടെ ആളുകളെ പിന്നെ സിസ്റ്റർ അതുപോലെ തന്നെ സിസ്റ്റർ പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ അവരൊക്കെ ദൂരം നിങ്ങൾക്ക് വന്നതിന്റെ കാരണം സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാനും ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടാനൊക്കെ ആയിട്ട് വന്നത് അല്ലേ? ഹല്ലേലൂയ. അങ്ങനെയല്ലേ വന്നത്. പക്ഷെ ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ല, പിന്നെ അങ്ങനത്തെ ഒരു ബന്ധവുമില്ല. അപ്പൊ പറയും സ്വർഗത്തിൽ പോകുന്നൊക്കെ പാസ്റ്റർമാര് പറയുന്നതോ അല്ലെ ബൈബിള് പറയുന്നതോ? സ്വർഗത്തിൽ പോയി അവിടെ കുടുംബമില്ല, അവിടെ നമുക്ക് അപ്പ അമ്മ എന്നൊന്നും ഇവരെ ആരെയും വിളിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ദൈവദൂതന്മാരെ പോലെ ദൈവം നിർത്തുന്നത് ആത്മാവിനെ എടുത്തിട്ട് ഈ ശരീരത്തിലല്ല രൂപാന്തര ശരീരമായി ദൂതനെ പോലെ ആക്കിയിട്ട് ദൈവം നിർത്തി വെക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യതയിൽ കല്യാണം കഴിക്കത്തില്ല, കല്യാണത്തിന് കൊടുക്കപ്പെടത്തില്ലെന്ന വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ കാര്യം വിളിച്ചു പറയുന്നത് ദൈവജനേ, ഹല്ലേലൂയ, നമുക്ക് ഓരോരുത്തർക്ക് ഇവിടെ വെച്ച് നമ്മൾ കർത്താവിനെ മാത്രം കൊടുക്കുന്നു, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് 80-70 വയസ്സ് മാത്രം കപ്പാസിറ്റി. അതിനു മുമ്പ് എന്ത് സംഭവിക്കും? ഒരു രോഗം വന്നാൽ താങ്ങാൻ ഈ ശരീരത്തിന് കഴിയത്തില്ല. ഒരു രോഗം വന്നാൽ പിടിച്ചു നിൽക്കുക ഈ ശരീരത്തിന് ശക്തിയില്ല. അതിന്റെ കപ്പാസിറ്റി മാക്സിമം പോയാൽ 70-80 അല്ലെ 120. ആ മനുഷ്യനെ തേടി രാജാവായ കർത്താവ് എന്തിനും ഇങ്ങോട്ട് വന്നു? അത്രമാത്രം അവൻ നമ്മളെ സ്നേഹിച്ചു.
അത്ര മാത്രം നമ്മൾ സ്നേഹിച്ചു. അത്ര മാത്രം നമ്മൾ സ്നേഹിച്ചു. നമ്മളൊരു സാധനം മേടിക്കുകയാണെങ്കിൽ ഇത് എത്ര വർഷം വരെ നിലനിൽക്കുമെന്ന് ഗ്യാരണ്ടി ഉണ്ട് നോക്കിയിട്ടല്ലേ മേടിക്കത്തും പൈസ കൊടുത്തിട്ട്. നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ടായിട്ടാ കർത്താവ് നമ്മളെ തിരികെടുത്തത്? ഹല്ലേലൂയ. ഇതൊക്കെ തിരിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കും? ആരാധിക്കാൻ പറ്റും? നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഇന്ന് വരെ നമ്മൾ നടത്തി. ഇന്ന് വരെ ഇന്നത്തെ ഹല്ലേലൂയ ഈ സമയം ശരിയാണെങ്കിൽ 7:53 വരെ, അടുത്ത 54ന്റെ ആ മിനിറ്റ് നമുക്കുള്ളതല്ല. പിന്നെ ദിവസമായാലും പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ദൈവമായിട്ട് നടത്തുന്നത്. ഈ സൂചി കറങ്ങുന്നത് പോലെ നമ്മുടെ അകത്തെന്ത് ചെയ്യാണ്? ഈ സൂചി കറങ്ങുന്ന 24 മണിക്കൂർ ഒരു ദിവസമാകുകയാണെങ്കിൽ വെറും 70, 80, 120 വയസ്സ് ഒരു സൂചി നമ്മുടെ അകത്ത് കറങ്ങുന്നത് പോലെ മാത്രമേ ഉള്ളൂ. 24-ാം ഒരു ദിവസമായതുപോലെ മനുഷ്യന്റെ കാര്യം. ഇതിനു വേണ്ടി എന്തെല്ലാം മനുഷ്യൻ ചെയ്തു കൂട്ടുന്നു, എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു. പഠിക്കുന്ന നല്ലതാ, ഒരു ഭാഗമാകട്ടെ യേശുവിന്റെ കൂടെ ജീവിക്കാം. ജോലി ചെയ്യുന്ന നല്ലതാ, ഒരു ഭാഗമാകട്ടെ യേശുവിന്റെ കൂടെ ജീവിക്കാം. വീട് വെച്ച് സന്തോഷിക്കുന്ന നല്ലതാ, ഒരു ഭാഗമാകട്ടെ കർത്താവിനോട് കൂടെ ജീവിക്കാം. ഹല്ലേലൂയ. ഈ ലോകത്ത് ഹല്ലേലൂയ പലതിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട് പലർക്ക്. അമേരിക്കയിൽ പോയി വന്നവനോട് അമേരിക്കയിലെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാ, അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാ, അവിടുത്തെ അവസ്ഥ, ദുബായിലെ അവസ്ഥ എങ്ങനെയാ, എന്നൊക്കെ, ചൈനയിലെ അവസ്ഥ എങ്ങനെയാ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ, കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അതൊക്കെ ഒരു ഭാഗം ഇവിടെ നിൽക്കട്ടെ. യേശുവിനെ കുറിച്ച് അറിയാൻ നമുക്ക് ചോദിക്കാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാൻ നമുക്ക് ചോദിക്കാം, നിത്യതയെ കുറിച്ച് നമുക്ക് ചോദിക്കാം. അവിടെ എങ്ങനെയായിരിക്കും? അമേരിക്കയിൽ പോയി വന്നവരോട് അമേരിക്കക്കാരെയും ചോദിക്കാം. പക്ഷെ നിത്യതകളൊക്കെ കുറിച്ച് ആരോട് ചോദിക്കും? ആരവിടെ പോയിട്ട് വന്നത്? അവിടുന്ന് വന്ന ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവ്. ചോദിച്ചാൽ വെളിപ്പാടിൽ കാണിച്ചു തരും. എനിക്കൊന്ന് കാണണം ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട്. കാണിക്കും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും ദർശനത്തിൽ കാണേണ്ടിട്ടത് രാവിലെ സ്വപ്നത്തിൽ എന്നെ കൂടെ കൂരി കളിപ്പിച്ചൊരു അനുഭവമായി. എന്തൊരാഴകാന്നറിയാം, എന്തൊരാഴക. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിലെ അമേരിക്കയിൽ പോയിട്ട് വന്നവനോട് നമുക്ക് ചോദിച്ചാൽ അവൻ അവിടുത്തെ കാര്യം പറഞ്ഞു തരും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമായിരിക്കാം. ആർക്കെങ്കിലും അമേരിക്കയോ UK-യോ ചൈനയോ ബ്രിട്ടനോ എവിടെയൊക്കെ പോകണമെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന വ്യക്തി ചോദിക്കും ചിലപ്പോൾ പോയത് അവിടെ എങ്ങനെയാ കാലാവസ്ഥ, അവിടുത്തെ ആൾക്കാരുടെ ഇടപെടലൊക്കെ എങ്ങനെയാ അല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചറിയും. ഈ അങ്ങോട്ട് ആഗ്രഹം കിടക്കും, അതുകൊണ്ടാണ് അങ്ങോട്ട് ആഗ്രഹോട് ആരും ചോദിച്ചറിയും. പക്ഷെ ദൈവരാജ്യത്തിൽ പോകുന്നവൻ ചോദിച്ചറിയുന്നത് ദൈവരാജ്യം എങ്ങനെയുള്ളതാണ്, ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്. എന്നാൽ ദൈവവചനം പറയുന്നു ആഗ്രഹിക്കുന്ന ഉള്ളത്തെ ദൈവം നടക്കും. ഹല്ലേലൂയ. അത് അറിഞ്ഞു കഴിയുമ്പോൾ സഹായപ്പെട്ടൊരു തോന്നൽ വന്നു. ഞാൻ ആരോടെങ്കിലും ചതിവായിട്ട് അധികം മേടിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി മടക്കി കൊടുക്കാം. കർത്താവ് ഇങ്ങനെ വരുന്ന സമയത്ത് സഹായം എന്ന് പറയുന്ന മനുഷ്യൻ ഹല്ലേലൂയ ഇവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലല്ല പണം കൊണ്ട് ഉണ്ടാക്കുന്നവനാ. ബ്ലേഡിന്റെ പൈസ എന്ന് പറയാൻ വട്ടിക്ക് പൈസ കൊടുക്കുക. ഹല്ലേലൂയ. 4 ഇരട്ടിയായിട്ട് തിരിച്ചു മേടിക്കുക. ഇത് ആശാന്റെ പണി. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നവൻ ലോകം മുഴുവൻ പ്രാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാക്കാണ്. എത്ര പ്രാഗ്യവനെ യേശു സ്നേഹിക്കുന്നല്ലോ. എത്ര ഈ പ്രാക്കേറ്റാ തരാവൂ. ചില മാതാവിന്റെ അപ്പന്റെ കണ്ണുനീരിന്റെ പ്രാക്കുണ്ടല്ലോ, ഭയങ്കരമാണ്. പക്ഷെ അവനെ പോലും യേശു സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ നിലനിൽക്കുന്നത്. അങ്ങനെ പ്രാക്കേറ്റ ഒരു വ്യക്തിയായിരിക്കണവൻ ഈ സഹായി എന്ന് പറയുന്നവൻ. അപ്പൊ യേശു ചെവി തുറക്കുന്നു, കുരുടർ കാണുന്നു, സുവിശേഷം പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ സഹായിക്ക് ഒരു രസം തോന്നി. അങ്ങനെ ഞാൻ ഇന്നുവരെ കേൾക്കാത്ത ഒരാളാണല്ലോ. പല ലേവ്യൻ വന്നിട്ടുണ്ട്, പുരോഹിതൻ വന്നിട്ടുണ്ട്, അതല്ല പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ യേശു എന്ന് പറയുന്ന ആളൊരു വ്യത്യസ്തനാണ്. എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആശാന്റെ ഒരു മരത്തെ കയറി, കാട്ടത്തി എന്ന് പറഞ്ഞ മരത്തെ കയറിയിട്ട് യേശു വരുന്ന വഴിക്ക് നമ്മുടെയൊക്കെ ശുശ്രൂഷ എങ്ങനെയാ കേട്ടോ, കർത്താവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. കിട്ടുന്ന സമയം ആന്തരിക സൗഖ്യം നടക്കുന്ന സമാധാനം കിട്ടും, വേറെ ഒന്നിനും കിട്ടത്തുമില്ല. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ ഒരു ആഗ്രഹം. എത്ര പേർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്? യേശു വരുന്ന യേശുവിനെ കാണാൻ സഹായി ആഗ്രഹിച്ച് കാട്ടത്തെ കയറിയപ്പോൾ യേശു ഗലീലയിലേക്ക് പോകാതെ, യെരൂശലേമിലേക്ക് പോകാതെ, ശമരിയയിലേക്ക് പോകാതെ അതേ കാട്ടത്തിന്റെ അടുക്കലേക്ക് യേശു വന്നു. യേശുവിനെ കാണാൻ ആഗ്രഹിക്കും? യേശുവിനെ കാണാൻ ആഗ്രഹിക്കും? അവൻ അടുക്കൽ വരുന്നത് സഹായി അടുക്കൽ കാട്ടത്തിന്റെ ചോട്ടിൽ വന്നിട്ട് വന്ന ഉടനെ സഹായി എന്ന് വേണ്ടിയിട്ടാണ് മരത്തിന്റെ മേലെ കയറി. ഇവന് പൊക്കം കുറവാണ്. അപ്പം ആൾക്കാരുടെ ഇടയ്ക്ക് വെച്ച് യേശുവിനെ കാണാൻ കഴിയത്തില്ല. ഭയങ്കര ബുദ്ധിമാനവൻ. ഹല്ലേലൂയ. ഇവനെ മരത്തിൽ കയറിയിട്ട് ഒരു കൊമ്പേ കയറിയിട്ട് ഇല ഇങ്ങനെ കയറിയിട്ട് വരുമ്പോ കാണിക്കട്ടെ ഇല വെച്ച് മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ ചുവട്ടിലെത്തിയ ഉടനെ യേശു മുകളിലേക്ക് നോക്കി. എന്തുകൊണ്ടാണ് യേശു നോക്കിയത്? യേശു ദൈവമായിട്ടാണോ? മാത്രമല്ല നോക്കിയത്
അവന്റെ അകത്തുള്ള ആഗ്രഹത്തെ യേശു തിരിച്ചറിഞ്ഞു. എന്നെ കാണുന്നവരും ആഗ്രഹിക്കുന്നല്ലോ. 5000-ഓളം പുരുഷന്മാര് കൂടെ നടക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കാൻ കഴിയാതെ ആഗ്രഹിക്കുന്നവർ ഇവനെ ശ്രദ്ധിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വിട്ടുകൊടുക്കുന്നവർ വിടുതൽ പ്രാപിക്കും. ഈ ഇങ്ങനെ മരത്തിന്റെ ഇലയൊക്കെ കൂട്ടിക്കിരിക്കുക. അപ്പൊ യേശു വന്നിട്ട് പറയുകയാണ്, അവന്റെ പേര് പോലും തെറ്റിയില്ല, സഹായി നീ വേഗം ഇറങ്ങി കൊണ്ടുപോവാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, നീ ബ്ലേഡുകാരനെന്നോ നീ കുറ്റം ചെയ്തെന്നോ നീ അറിയുമെന്നോ ഇത് ഒന്നും കർത്താവ് പറയാൻ പോയില്ല. കർത്താവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ഇവൻ പറയുന്നത്, ഇവിടെ പൊട്ടിക്കരഞ്ഞെന്ന് വേണം പറയാൻ വേണമെങ്കിൽ. അവിടെ ധൈര്യം കൊണ്ടൊന്നല്ല, കാരണം കർത്താവിനെ കണ്ടവരൊക്കെ അങ്ങനെയാണ്. പൊട്ടിക്കരയാനുള്ള അവസ്ഥ വന്നതുകൊണ്ടാണ് ഇവ എങ്ങനെ പറഞ്ഞത്, ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 കെട്ടിയിട്ട് കൊടുക്കാം. ഇങ്ങനെ മേടിക്കുന്ന ഒരുത്തൻ 1 രൂപ തിരിച്ചു കൊടുക്കുന്നവനല്ല, അല്ലേ? ഈ രീതിയിൽ മേടിക്കുന്നവൻ 1 രൂപ തിരിച്ചു കൊടുക്കുന്നവനല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? പക്ഷെ ഇവൻ കർത്താവ് നീ അത് ചെയ്തെന്നോ നീ അത് വിടണമെന്നോ ഒന്നും പറയാൻ പോയിട്ടില്ല. കർത്താവിന്റെ അടുക്കൽ ഇറങ്ങി വന്ന ഉടനെ ഇവൻ പറയുകയാണ്, ഇവൻ അങ്ങോട്ട് പറയുന്നു, നീ എന്തെങ്കിലും ചതിവായിട്ട് വാങ്ങിയിട്ട് ഞാൻ അധികം തിരിച്ചു കൊടുക്കാം. എന്താ കാരണം അറിയാമോ? കർത്താവിൽ യേശുവിൽ നിന്ന് വ്യാപരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ മുമ്പിൽ വ്യാജത്തിന് നിൽക്കാൻ സ്ഥലമില്ല, കള്ളത്തരത്തിന് നിൽക്കാൻ സ്ഥലമില്ല, അന്യമായി പിടിച്ചു മനുഷ്യന് നിൽക്കാൻ പറ്റത്തില്ല. ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ഏറ്റു പറഞ്ഞു പോകും. ആ ഒരു അനുഭവമാണ് അവരുണ്ടാവുന്നത്. അല്ല, യേശുവിടെ ഒന്ന് പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ലോ ഇത് ചെയ്യുന്നൊന്നും പറയാൻ പോയിട്ടില്ല. ഹല്ലേലൂയ. ശരിയായിട്ട് യേശുവിനെ ഒരുവൻ കണ്ടാൽ ഇതായിരിക്കും അനുഭവം. ആദ്യം അവൻ ഉണ്ടാക്കുന്നത് ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? അവനകത്ത് അത് ഇടപെടും. കാരണം യേശു എന്ന് പറഞ്ഞാൽ അവൻ പരിശുദ്ധനാണ്. അവന്റെ അകത്ത് ഒന്നും മനുഷ്യൻ്റെതായി ഒന്നുമില്ല. അവനിൽ അസൂയയില്ല, അവനിൽ ദേഷ്യമില്ല, അവനിൽ ആരോട് പകയില്ല. അവനെ ക്രൂശിൽ കയറ്റിയവരുടെ പോലും അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആ കർത്താവ് അടുക്കൽ വരുമ്പോൾ ഞാൻ ആരോടും ചതിവായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ ഞാൻ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായി പോകും. അത് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ദൈവസ്ഥാനത്ത്. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഉടനെ കഥ പറയുകയാണ്, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ലോകം സഹായി എങ്ങനെ കണ്ടത്? ലോകത്തിലെ മുഴുവൻ പേര് പറഞ്ഞത് ഇവന്റെ അടുക്കലാണ് യേശു പോയത്. എത്ര കൊള്ളാത്ത വ്യക്തിയുടെ അടുക്കലേക്ക് യേശു പോകുമ്പോ അവൻ നന്നാവും. പക്ഷെ എത്ര നല്ലതെന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഇവനായിരിക്കും. നിങ്ങൾ എവിടെ വേണം നോക്കിക്കോ. അങ്ങനെ ഒരു തന്നെ നന്നാക്കി ഇവിടുത്തെ പോലീസ് സ്റ്റേഷന് പറ്റുമോ? ഇവിടുത്തെ ഏതിനെ ഭരണകൂടത്തിന് പറ്റുമോ? ഇല്ല, യേശുവിന് പറ്റും. ആ യേശുവിനെ നമുക്ക് കിട്ടിയത് കൊണ്ട് ഇപ്പൊ പാടിയ പാട്ട് നമ്മളെ നിറച്ചു സന്തോഷമാണ്. പക്ഷെ ആ യേശുവിന്റെ സ്നേഹം ഓർത്താൽ ഈ നിറവൊന്നുമല്ല. ഇനി നമുക്ക് പാടണം, കർത്താവ്. ഇനി നമുക്ക് കർത്താവിനെ സ്തുതിക്കണം. ദൈവങ്ങളെ നമ്മളിപ്പോ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുക, അല്ലേ? എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ. എല്ലാരും എന്തൊരു സന്തോഷം ഇതല്ലേ? അവിടെ ഇരുന്ന് കൊണ്ട് നമ്മളൊരു കഥയല്ല പറയുന്നത്, അല്ലെ? യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ആ സമയം ഈ ഭൂമി പോലെ സന്തോഷിക്കുന്നു കേട്ടോ. ഈ കമ്പിക്കുള്ള നിങ്ങളുടെ സ്ഥലമുണ്ടല്ലോ, എത്ര സെന്റ് സ്ഥലമുണ്ടല്ലോ. ഈ സ്ഥലം ശരിക്കും സന്തോഷിക്കുന്നത് എപ്പോഴാണ്? യേശുവിനെ ഈ ഭൂമിക്കകത്ത് ആരാധിക്കുമ്പോഴും യേശുവിന്റെ വചനം ഭൂമിക്കകത്ത് കേൾക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാൾ സന്തോഷിക്കുന്ന ഈ ഭൂമിയാണ്. ഞാനായിരിക്കുന്ന ഈ മണ്ണിൽ എന്നെ കുറിച്ച് പറയുക ഒരു കൂട്ടം ദൈവമക്കളുടെ എണീച്ചല്ലോ. ഈ പുറപ്പാട് പുസ്തകം 25:8 കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. യഹോവയെ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കും. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം. വായിച്ച മോളെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 25:8. ನಾನು ಅವರ ಮಧ್ಯದಲ್ಲಿ ವಾಸಿಸುವುದಕ್ಕೆ ನನಗೆ ಒಂದು ದೇವಸ್ಥಾನವನ್ನು ಕಟ್ಟಿಸಬೇಕು. ನಾನು ನಿನಗೆ ತೋರಿಸುವ ಮಾದರಿಯ ಪ್ರಕಾರವೇ ಗುಡಾರವನ್ನು ಅದರಲ್ಲಿರುವ ಎಲ್ಲಾ ಸಾಮಾನುಗಳನ್ನು ಮಾಡಿಸಬೇಕು. നിങ്ങൾ നോക്കുക, എന്താ ഈ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? എന്താ ഈ ദൈവം ഇങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. കർത്താവ് പറഞ്ഞ ഭയങ്കര ഒരു സ്വപ്നമാണ്. കർത്താവിന്റെ ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. കർത്താവിന്റെ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളില്ലേ? ഇതേപോലെ ദൈവത്തിന്റെ ആഗ്രഹമുണ്ട്. അത് വേറെ ആരോടുമല്ല, നമ്മളോടൊക്കെയാണ്. അതിൽ ഒരു ആഗ്രഹം കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി തരും. ഇത്രയും കാല് പിടിക്കേണ്ട പോലെ താഴേണ്ട ആവശ്യം കർത്താവിനുണ്ടോ മക്കളെ? ഉണ്ടോ? ആ യേശുവിനെ നിങ്ങൾക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും?
ഒരു മനുഷ്യനോട് യാചിക്കുന്ന പോലെ കർത്താവ് ചോദിക്കുക, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കും. സ്വർഗത്തിലെ സ്ഥലമില്ലാങ്ങിട്ടാണോ? സിംഹാസനമില്ലാങ്ങിട്ടാണോ? ദൂതന്മാരില്ലാങ്ങിട്ടാണോ? സമുദ്രത്തിന്റെ വെള്ളം അവന്റെ കൈക്കും വരെ കൊള്ളാനുള്ളതേ ഉള്ളൂ. സമുദ്രത്തിന്റെ വെള്ളം, ഭൂമി എന്ന് പറയുന്ന എന്റെ പാദം വയ്ക്കില്ല സ്ഥലം, സ്വർഗം അവന്റെ സിംഹാസനം. പുഴുവായ ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, 6 അടി പൊക്കമില്ലാത്ത ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, 70-80 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, ഞാൻ നിന്റെ നടുവിൽ വസിപ്പാൻ നീ എനിക്കൊരു സ്ഥലം ഉണ്ടാക്കി തരിക. ആ ചോദ്യം കരയിപ്പിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ചോദ്യം. ഈ ലോകം മുഴുവൻ അവന്റെ വാക്കിനുള്ളവായി, നക്ഷത്രങ്ങൾ അവന്റെ വാക്കിനുള്ളവായി, സൂര്യൻ അവന്റെ വാക്കിനുള്ളവായി, സകലം അവന്റെ വാക്കിനുള്ളവായി. പക്ഷെ അവന്റെ ഒരു വാക്ക് ഇവിടെ, എന്നോട് നിങ്ങളോട്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കും. അവൻ അന്യനല്ല, സ്ഥലമില്ലാത്തവനല്ല, സ്വർഗമില്ലാത്തവനല്ല, എല്ലാം ഉള്ളവൻ. പക്ഷെ എന്താ കാരണം? അവൻ അവിടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ അടുക്കൽ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. നമ്മുടെ അടുക്കൽ ഇരിക്കാൻ വേണ്ടിയാ ചോദിച്ചത്, നമ്മളോട് കൂടെ ഇരിക്കാൻ വേണ്ടിയാ ചോദിച്ചത്. ആരുണ്ടാക്കി കൊടുക്കും? ആരിതിന് ഇട കൊടുക്കും? എന്താണ് അതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥം? പറയാം പറയാം പറയാം. അവനെല്ലാം സൃഷ്ടിക്കുമ്പോൾ, എല്ലാം അവന്റെ വാക്കിൽ സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ സന്തോഷം എന്നറിയാമോ? ഒരു സൃഷ്ടിയെ മാത്രം ഞാൻ എന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കും. പക്ഷികളിൽ നല്ല സൗന്ദര്യമുള്ള ഒരു പക്ഷിയാണ് മയിൽ, അല്ലെ? മൃഗങ്ങളിൽ നല്ല സൗന്ദര്യമുള്ള ഒരു മൃഗമാണ്, അല്ലെ? കാണാൻ നല്ല ഗ്ലാമറുള്ളതെന്നാണ് കടുവ. മൃഗങ്ങളിൽ നല്ല താഴ്മയുള്ളതും നിഷ്കളങ്കമായതാണ് മാൻ. പക്ഷികൾ നിഷ്കളങ്കമുള്ളതാണ് പ്രാവ്. ഹല്ലേലൂയ. പക്ഷെ ശ്രദ്ധിക്കുക, അതിലൊന്നും കർത്താവ് സന്തോഷില്ല. തിമിംഗല, പല സൈസ് മീനുകൾ, നല്ല ചന്തമുള്ള മീനുകൾ, രസമുള്ള മീനുകൾ കാണാൻ, അല്ലേ? ഇതിനെല്ലാം ദൈവം സൃഷ്ടിച്ചു. നക്ഷത്രത്തിന് അഴക് നിങ്ങൾ നോക്കിക്കേ, തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം. ചന്ദ്രന്റെ സൗന്ദര്യം നോക്കിക്കേ. ഹല്ലേലൂയ. ഈ അഴുക്കായ ഭൂമിക്കകത്ത് വെളിച്ചം തരുന്ന രാത്രിക്ക്, അല്ലെ? അഴുക്കായ ഭൂമിക്കകത്ത് നല്ല പ്രകാശം തരുന്ന സൂര്യൻ, അഴുക്കായ ഭൂമിയിലേക്ക് പോലും അതിന് ലൈറ്റ് കൊണ്ട് അടിക്കുന്ന മിന്നി തിളങ്ങി വരുന്ന ഓരോ നക്ഷത്രങ്ങൾ, നക്ഷത്ര ഗോളങ്ങൾ. പക്ഷെ ഇതിലൊന്നും കർത്താവ് സന്തോഷിക്കുന്നില്ല. ഇതെല്ലാം കർത്താവ് ഉണ്ടാക്കിയിട്ടും കർത്താവിന്റെ വാക്കിനാൽ ഇതെല്ലാം ഉണ്ടായിട്ട് എല്ലാം കർത്താവിന് വേണ്ടത് ഒരു തൃപ്തി വരുന്നില്ല. തൃപ്തി വരാതിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നമ്മുടെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനുണ്ടാക്കും. ഹല്ലേലൂയ. എല്ലാത്തിനെയും വാക്കുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ ഇവിടെ വായിക്കുന്നു, ഞാൻ വാക്കുകൊണ്ട് ഉണ്ടാക്കിയല്ല, ഞാൻ കൈ കൊണ്ട് അവനെ മെനഞ്ഞെടുക്കും. ആ കൈ എന്തൊരു സൗന്ദര്യല്ലേ! ആ കൈ നിങ്ങളെ മെനങ്ങിയ കൈ ഉണ്ടല്ലോ. ഏതെങ്കിലും അഴുക്കിനെ നമ്മൾ കൈയെടുക്കുമോ? ഏതെങ്കിലും പുഴുവിനെ നമ്മൾ കൈയെടുക്കുമോ? ഏതെങ്കിലും നാടിനെ നമ്മൾ കയ്യിലെടുക്കുമോ? പക്ഷെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കറുത്ത മണ്ണ് കയ്യിലെടുത്തു. മനുഷ്യൻ ചവിട്ടുന്ന മണ്ണ്, സകല അഴുക്കും അടിഞ്ഞു കൂടുന്ന മണ്ണ്, സകലതും താങ്ങുന്ന മണ്ണ്, അതിനെ ദൈവം കയ്യിലെടുത്തു. എന്നിട്ട് കുഴച്ചിട്ട് ഒരു രൂപമുണ്ടാക്കി, തന്റെ രൂപം, ദൈവത്തിന്റെ സ്വരൂപം. എന്നിട്ട് അതിനെ നിർത്തിയിട്ട് കർത്താവ് ഇങ്ങനെ മാറിഞ്ഞിട്ട് നോക്കി അതിനെ. വേറെ ഒന്നിലും കർത്താവിന്റെ മുഖം പോകുന്നില്ല, കണ്ണു പോകുന്നില്ല. വേറെ ചന്ദ്രൻ പറയുകയാണ്, ചന്ദ്രനൊക്കെ നല്ല ശോഭ കൊടുക്കുന്നുണ്ട്, സൂര്യൻ നല്ല പ്രകാശം കൊടുക്കുന്നുണ്ട്, നക്ഷത്രങ്ങൾ അവൻ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു, പല മീനുകൾ, പല പക്ഷികൾ, ഇതെല്ലാം മുമ്പിൽ പല രീതിയിലും വന്നിട്ട് എന്ത് ചെയ്യാം, ഇതെല്ലാം ഇങ്ങനെ ഉണ്ടെങ്കിലും അതവിടെ വന്നതല്ല, കർത്താവിന്റെ ഭാവനയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വന്നിട്ട് ഇത് ഉണ്ടാക്കും. ഇതെല്ലാം കർത്താവിന്റെ ഭാവന നിൽക്കുക. പക്ഷേ ആ കർത്താവ് ഇതൊന്നും, ദൈവം ഇതൊന്നും നോക്കുന്നില്ല. ദൈവം ആ മണ്ണിലേക്ക് നോക്കുക. മണ്ണിയായ ഞാനും നിങ്ങളെ ആ കർത്താവ് നോക്കുക. നോക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. ഇവന് ജീവനില്ല അല്ലേ? കർത്താവിന്റെ മൂക്കിൽ ഒറ്റ ഊത്ത്. അന്നേരം അവന്റെ പേര് എന്ത് ചെയ്തു? ആത്മാവ് വന്നു, ജീവൻ വന്നു. ആത്മാവ് വന്ന് ജീവൻ വന്നു. ആ മനുഷ്യൻ ജീവനുള്ള ദേഹി എണീച്ചു. എണീച്ച ഉടനെ കർത്താവ് നോക്കി,
കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, എല്ലായിടത്തും ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഈ മനുഷ്യരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം എല്ലാ ദിവസവും അവിടെ വരുന്നത് വരെ ഇവനെ കൂട്ടുന്ന ഒരാൾ വേണം. ഒന്നുകൂടി പറയാം, എല്ലാ ദിവസവും ദൈവം എല്ലാ സമയത്തും അവിടെ വരുന്നത് വരെ ഇവനെ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല, ഇവന് ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല, ഇവന് ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. ഇവന് തക്കതവരെ ഞാൻ ഒരുക്കും. ദൈവമാകട്ടെ നമുക്ക് ഓരോന്ന് വേണ്ടത് ഉണ്ടാക്കുന്നത്, ദൈവമാണ് നമുക്ക് ഓരോന്ന് വേണ്ടത് തരുന്നത്, ദൈവമാണ് നമുക്ക് വേണ്ട ഓരോന്ന് ഒരുക്കുന്നത്. വേറെ ആരുമില്ല. ഇവിടെ തന്നെ അതിന്റെ തെളിവാണ്. ഹല്ലേലൂയ. പക്ഷേ ഇവന് തക്കതായിട്ട് ഇടയെ കൊടുക്കഴിഞ്ഞാൽ വേറൊന്നും നിൽക്കത്തില്ല. ഹല്ലേലൂയ. കാരണം വേറെ ഒരു സൃഷ്ടിയും അത് പറ്റത്തില്ല. എന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ അവനിൽ നിന്ന് തന്നെ ഒരെണ്ണം പുറത്തുകൊണ്ട്, അവനിൽ നിന്ന് തന്നെ ഒരെണ്ണം പുറത്തുകൊണ്ട്, അവന്റെ അസ്ഥിയിൽ നിന്ന് ഒരു വാരിയൽ എടുത്തിട്ടാണ് ഹവ്വായെ ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവം അവിടെ വായിക്കപ്പെട്ട ആണും പെണ്ണുമായിട്ട് ദൈവം സൃഷ്ടിച്ചു. എന്താണ് ഇതിന്റെ ആത്മീയ അർത്ഥം? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയാം, ഏകനായ മനുഷ്യന്റെ അസ്ഥിയിൽ നിന്ന് ഒരു സ്ത്രീ ഉണ്ടാക്കിയതുപോലെ കാലുവരി ക്രൂശിൽ തകർക്കപ്പെട്ടവന്റെ അകത്തിൽ നിന്ന് ഒഴിയ രക്തത്തിലാണ് മണവാട്ടിയ സഭയെ വന്നിരിക്കുന്നത്. വേറെ ഒന്നിനല്ല, വേറെ ഒന്നിനല്ല, വേറെ ഒന്നിനല്ല. ഇവനെ ഇണയായിട്ടിരിക്കാൻ ഒരു കൂട്ടിന് വേണ്ടി ദൈവത്തിന്റെ ആഗ്രഹം. ആമേൻ. വേറെ ഒന്നിനെ സൃഷ്ടിക്കാതെ അവന്റെ അകത്തുനിന്ന് ഒരു എല്ലെടുത്തത് പോലെ കാലുവരി തകർക്കപ്പെട്ടത് അതിനകത്ത് ഒഴുകിയ രക്തത്താൽ വീണ്ടെടുത്തതാണ് അവനോട് കൂടെ ഇരിക്കേണ്ട മണവാട്ടി സഭ. അതൊക്കെ നഗലം. ഓരോന്നും കർത്താവ് ചെയ്യുന്നതിന് അതിന്റെ വലിയ പൊരുളുണ്ട്. അനിയന്ത്രണം. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവങ്ങളെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഇവർ രണ്ടും ഒന്നായിരിക്കണം. ഇതാ യേശുവിന്റെ ആഗ്രഹം. എല്ലാ ദിവസവും ഇവർ അടുക്കലേക്ക് ഇറങ്ങി വരും. എല്ലാ ദിവസവും വേറെ ഒരു സൃഷ്ടിയുടെ അടുക്കലേക്ക് പോയില്ലെങ്കിൽ ഇവിടെ ഇറങ്ങി വരുമായിരുന്നു. ഇറങ്ങി വരും, ഇവരെ കാണാൻ ഇറങ്ങി വരും. പക്ഷെ ഇവരെ എപ്പോഴും ഒന്നായിരിക്കണം. ഇതേപോലെ തന്നെയാണ് സഭയും ക്രിസ്തു ഒന്നായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് സഭയും ക്രിസ്തു. സഭ ഉളവായത് യേശുവിൽ നിന്നാണ്, യേശുവിന്റെ ശരീരമാണ്. ആദത്തിൽ നിന്നാണ് അല്ല തക്കത ഇണ. ഇതേപോലെ തന്നെയാണ്. അത്രയും ബന്ധമുണ്ട് അതിന്, അത്രയും ബന്ധമുണ്ട്. അവിടെ വായിക്കുന്നത് ഞാൻ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്. അതെ, ക്രിസ്തു തല, സഭ യേശുവിന്റെ ശരീരം. നമ്മൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കത്തുമില്ല, എവിടെയും കേൾക്കത്തുമില്ല. ബാക്കി എല്ലാം എടുത്ത് എന്റെ പശ്ചാത്തലങ്ങളെ ചിന്തിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയും. ഇതാണ് മനുഷ്യന്റെ പറ്റ പിശാചിന്റെ വലിയൊരു തന്ത്രം. ആ തന്ത്രം ഇന്ന് കയറിയതല്ല. ഹല്ലേലൂയ. മെയിൻ വിഷയത്തിൽ നമുക്ക് ആയാലും നമുക്കിത് പിടിക്കും. എല്ലാം കൂടി നമുക്കൊന്നും മനസ്സിലാകത്തില്ല. മെയിൻ വിഷയത്തിൽ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാവില്ലല്ലോ. അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. മനുഷ്യനോട് ദൈവം പറയുമോ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരും, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷിക്കാൻ വേണ്ടിയും നിങ്ങളുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയും ഒരു AC റൂമിൽ കിട്ടാത്ത AC-യേക്കാൾ നല്ലൊരു ക്ലൈമറ്റ് ഇതിനകത്ത് ഞാൻ വരും. പക്ഷേ നിങ്ങൾക്ക് ആപ്പിൾ വേണോ, മുന്തിരി വേണോ, ഏത് പഴവർക്കം വേണോ, അത് ഉണ്ടാക്കാൻ, അതിനെ നനയ്ക്കാൻ ഒരു നദിയാണ് ഇതിന് പുറപ്പെട്ടിരിക്കും. ഇതിനെല്ലാം ആത്മീയ അർത്ഥങ്ങളുണ്ട്. എല്ലാ ആത്മീയ അർത്ഥമുണ്ട് ഈ നദിക്കൊക്കെ. ഇത് 4 ശാഖകളെ പിരികെ എന്തിന് എല്ലായിടത്തും ഈ വെള്ളം പോകണം. എവിടെയൊക്കെ ഏത് നോട്ടം എത്ര മണ്ണുണ്ടോ അവിടെ എല്ലാം വെള്ളം ഒഴുകണം. പരിശുദ്ധാത്മാവിന്റെ തല മുതൽ പാദം വരെ ഒഴുകണം. പരിശുദ്ധ നദിയടിത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം ആത്മീയ അർത്ഥങ്ങളുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ. ഈ അങ്ങനെ ഈ മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഏതൻ തോട്ടിനകത്ത് ഒരു വൃക്ഷത്തിനകത്ത് ഒരു പഴമുണ്ട്. ആ പഴം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കുമെന്ന് ദൈവമായ യഹോവ പറഞ്ഞായിരുന്നു അവരെ. കുറച്ച് സമയമായിട്ടുള്ള പറഞ്ഞു പോയിട്ട് വീണ്ടും വരും നിർത്താവും. പക്ഷെ അതിനിടയ്ക്ക് ഹല്ലേലൂയ ഇവരെന്ത് ചെയ്ത അതിന്റെ അടുക്കലേക്ക് പോയി. ഈ പഴത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണാൻ നല്ല കാമ്യമുള്ളതും കണ്ട നല്ല ഗ്ലാമർ. ഇതിനകത്ത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതും എന്തൊക്കെയാണ്? കാണാൻ നല്ല രസമായിരിക്കും, നല്ല ഗ്ലാമർ. 2, ജ്ഞാനം പ്രാപിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അറിവ് കിട്ടാനുള്ള കഴിവ് ഇതിനകത്തുണ്ട്. ഈ പഴത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പഴത്തിനകത്തുള്ളത് മെയിൻ 1 കാണാൻ നല്ല ഗ്ലാമർ, അതാണ് പലരും തെറ്റിപ്പോകുന്നത് പലതിനും. 2 ഹല്ലേലൂയ ജ്ഞാനം അറിവിൽ കിട്ടുന്ന ഏറ്റവും കഴിവ് ഇതിനകത്തുണ്ട്. ഈ അറിവും ഈ ഗ്ലാമറും സ്വർഗത്തിൽ നിന്ന് വന്നതല്ല, ഇത് ഈ ഭൂമിയിലുള്ളതാണ്.
ഈ ലോകത്തെ കൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഈ ലോകത്തെ സഞ്ചരിക്കുന്ന അതിൽ കയറിയിരിക്കുന്ന ഒരുവനുണ്ട് അതിനകത്ത്, പഴയ പാമ്പ്. ശ്രദ്ധിക്കുക, പഴയ പാമ്പ്. അപ്പൊ ഇതുണ്ട് ഇതിനകത്ത്. ഈ മനുഷ്യൻ നല്ല നല്ല പഴങ്ങൾ വയ്ക്കുമ്പോൾ ജീവവൃക്ഷം കൂടി ഉണ്ട്. ജീവവൃക്ഷത്തിന്റെ അതിന്റെ ഒരു അരികിലെത്താൻ കൊള്ളത്തില്ല. അതിനെ പോയി നോക്കാതെ ഇതിലേക്ക് പോയി. ഇന്നും യേശു നിൽക്കുമ്പോൾ മനുഷ്യൻ ഏതിലേക്കാണ് പോകുന്നത്? ഇതിലേക്ക് പോകുന്നത്. ഇതിന്റെ അടുക്കലേക്ക് പോയിട്ട് ആമ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്തൊരു ശക്തി ഇരിപ്പുണ്ട്. അവനാണ് പിശാച്. പാമ്പിന്റെ വേഷത്തിൽ അവിടെ കയറി വന്നു. ഇവന് സ്വന്തമായിട്ട് രൂപമില്ല, ഇവന് അസ്ഥി മാംസവുമില്ല, ഇവൻ ജീവനുള്ളതല്ലേ കയറത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കൊക്കെ ചിലപ്പോൾ ഒരു പേടിയുണ്ട്. അവിടെ കാവുമരമുണ്ട്, അവിടെ ശൂലം വെച്ചിട്ടുണ്ട്, അവിടെ പിശാചുണ്ട്, അല്ലെങ്കിൽ രാത്രി പോകാൻ പാടില്ല. അല്ലെങ്കിൽ അപ്പുറത്ത് അതുപോലത്തെ എന്തെങ്കിലും ഉണ്ട്, അവിടെ ഇത് പോകാൻ പാടില്ല. അല്ല അവിടെ കുരുത്തി കൊടുക്കുന്ന സ്ഥലം പോകാൻ പാടില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, പിശാച് അവിടെ ഇല്ല. പിശാചിനോട് എനിക്ക് ഇഷ്ടമില്ല. പിശാചിന് എനിക്ക് ജീവനുള്ള അല്ല മേലെങ്കിലും അതിൽ ഈ പ്രശ്നങ്ങളുണ്ട്, അടിയും പിടിയും. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല 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 രോഗങ്ങൾ പിശാചിക്കുന്നതാ. പിശാച് അവിടെ ഇല്ലെന്നേ, അത് നമ്മളെ ചുമ്മാ പേടിപ്പിക്കുന്നതാ. പിശാച് തന്നെ അവിടെ ഇരിക്കുന്നത്. അവന് ഇഷ്ടമല്ല ജീവനുള്ള മേലെ കയറാൻ അവൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവന് അസ്ഥി മാംസമില്ലല്ലോ, ഇവനൊരു ശരീരമാണോന്ന്. ഇവനൊരു ശരീരമാണ്. അവിടെ ശരീരമല്ലേ, കാവിലെവിടെ ശരീരമുള്ളത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അതിന് ഇവൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഇവൻ ഹൗവായെ കിട്ടുന്നത്. ഇവൻ ഈ ഇതിലിരിക്കാൻ ഇഷ്ടമില്ല, മനുഷ്യനിലേക്ക് വരാൻ ഇവൻ ആഗ്രഹിക്കുന്നത്. അവയോട് പറഞ്ഞു, ഈ പഴം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്നല്ല ചോദിച്ചത്, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഒന്ന് ചിന്തിപ്പിക്കുക, കണ്ടോ, ഉഴപ്പിക്കുക. നേരത്തെ കേവലം പറഞ്ഞതുപോലെ എന്തൊരു ഇതാണോ ചിന്തിപ്പിക്കുക. എടുത്തവടെ ഹൗവ, അല്ലെ ആദമല്ലോടാണ് ഹൗവയെ വന്നത്. ഹൗവ എടുത്തു പറയാം, പെട്ടെന്ന് അല്ലെങ്കിൽ വീഴിക്കാൻ പറ്റുന്ന സ്ത്രീകളാണ്, അല്ലെങ്കിൽ സൃഷ്ടമാരിയാണ്. കാരണം അറിയാല്ലേ, പല കച്ചവടക്കാരല്ലേ പലതും കൊണ്ടുവന്നിട്ട്, ഓ ഇതൊക്കെ ഫ്രീ ആയി, ഒന്നിടത്ത രണ്ട് ഫ്രീ. അല്ലെ വീഴുന്നാല അവിടെ. അല്ലെ ഈവൻ എന്ത് പണിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ സ്ത്രീ പറഞ്ഞു, ഹല്ലേലൂയ, ഓ ഇത് തിന്നരുതെന്നും തുടരുതെന്നും കർത്താവ് പറയുന്നു പറഞ്ഞു. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇത് തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ ഒന്നുകൂടെ കൂട്ടിയെടുത്ത് പറഞ്ഞു. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൂട്ടി പറയുമ്പോൾ കയറി വരാം, ഇടം കൂടുതല. നമ്മളൊരു സാക്ഷ്യം പറയുമ്പോൾ ഉള്ള മാത്രം പറയുക, ഇല്ലാത്ത പറയാൻ പോരുത്. കാരണം ഇത് മനസ്സിലാക്കണം എപ്പോഴും. ഇല്ലാത്ത ഒരു കാര്യം അല്ലെ ഗ്ലാമറിന് വേണ്ടി പറയാൻ നിൽക്കരുത്. പുറകിലൊരു പുള്ളി നിൽപ്പുണ്ട് കയറി വരാൻ വേണ്ടിയിട്ട്. അതാ പൗലോസ് പറഞ്ഞാൽ പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. തിന്നരുതെന്ന് തുടരുതെന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പൊ പിശാചിന് മനസ്സിലായി ഒരു നുണ വന്നോ, നുണ ദൈവത്തിൻ്റെതല്ല, ദൈവത്തിന്റെ സത്യമാണ്, നുണ എന്റേതാണ്, അതിപ്പോ ഇവിടെ മേലുണ്ട്. ധൈര്യം കൊണ്ട് കയറി വരാം. ആ ഡോറ് തുറന്നു കഴിഞ്ഞു. പിശാചിന്റെ എന്ത് ആയുധം നമ്മുടെ മേലുണ്ടോ, ഹല്ലേലൂയ, അവൻ അവകാശമുണ്ട് കയറി വരാൻ. കാരണം നുണ ദൈവത്തിന്റെ സത്യം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അത് വിളയിൽ വന്നു. ഇവന് മനസ്സിലായി. ഇവൻ പറയാണ്, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാവും. ആരെ പോലെ ആവും? ദൈവത്തെ പോലെ ആവും. മനുഷ്യന് അല്ലെങ്കിൽ സൈക്കിള് കിട്ടിയ കാറ് വേണം, കാറ് കിട്ടി കഴിഞ്ഞാൽ ട്രെയിൻ വേണം. വീടില്ലാത്തവന് വീട് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് മറ്റവനെക്കാളും നല്ല വീട് വേണം. അവൻ 2 നില വെച്ച് എനിക്ക് 3 നില വെക്കണം. ഇതാണ് മനുഷ്യന്റെ ആഗ്രഹം. ഇവിടെ അത് തന്നെ സംഭവിച്ചത്. അതല്ലേ തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കം, നിങ്ങൾ ദൈവത്തെ പോലെ ആവും. ദൈവത്തെ പോലെ മനുഷ്യൻ ആഗ്രഹം. ഈ ആഗ്രഹം എന്ന് തുടങ്ങിയതല്ലേ? പണ്ടുമല തുടങ്ങിയത്. അതല്ലേ? പക്ഷെ യഥാർത്ഥ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവം തന്നാൽ മതിയെ, എന്ത് തന്നാലും ഞാൻ തൃപ്തന കർത്താവ്. ഒരു ഇച്ചിരി കഞ്ഞി അച്ചാറും തന്നാലും മതി, എനിക്ക് നീ മതി, നിന്നെ കൂടാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ഒരു കാഴ്ചപ്പാടും കിട്ടിയുണ്ടല്ലോ, എന്തൊരു സമാധാനമാണ് ജീവിതത്തിൽ. ഞാൻ പറഞ്ഞത് ദൈവമക്കളെ, നിങ്ങളുടെയൊക്കെ മക്കളെ ദൈവം നടത്തിക്കൊള്ളും കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ ഒരുപക്ഷെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം നമ്മൾ കൂടുതൽ കഷ്ടപ്പെട്ട് അല്പമൊക്കെ വളഞ്ഞ വഴിയിലേക്ക് പോകണ്ട. സത്യമാണ്, എനിക്ക് ദൈവം നിങ്ങളുടെ മക്കളെ മാനിക്കും. ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഈ ഹല്ലേലൂയ ഇത് പറഞ്ഞ ഉടനെ തന്നെ ഇവള് വിശ്വസിച്ചു. ഈ പഴം ഇവള് പറിച്ചു തിന്നു. ആദം വന്നു, ആദമിന് കൂടുതൽ 2 പേര് തിന്നു. തിന്ന ഉടനെ ഇവരും ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ദൈവ തേജസ് ദൈവമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടു. ബന്ധമില്ല, ദൈവത്തിന്റെ ബന്ധമില്ലാതെ. പിന്നെ അവർക്ക് ഭയമുണ്ടായി. ഭയം തുടങ്ങിയത് അന്ന് മുതലാണ്. മനുഷ്യന് ഭയം വരാൻ കാരണം ഏദൻ തോട്ടത്തിൽ ഉത്ഭവിച്ചതാണ് ഭയം. അന്ന് വരെ ഭയപ്പെട്ടു. പക്ഷെ അതിനു മുമ്പ് വരെ ഭയപ്പെടുകയില്ല. ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുകയും ദൈവത്തെ എന്ത് പറയാ, ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഹല്ലേലൂയ ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു അതിനു മുമ്പ്.
ഇപ്പോൾ സ്നേഹമല്ല, തിരിച്ച് ഭയമാണ് ഉണ്ടായത്. ഭയം അന്ന് തുടങ്ങിയതാണ്, ഇന്ന് വരെ നിന്നിട്ടില്ല. നിൽക്കണമെങ്കിൽ കർത്താവ് വന്ന് ഈ സഭ എടുത്ത പോയതിനു ശേഷം ലോകത്തുള്ള മനുഷ്യനെ പിന്നെയും കാണും, പക്ഷെ അവസാനമായി നിൽക്കും. ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ചോദിക്കുന്നത് ഭയപ്പെടല്ലേ കേട്ടോ, നല്ലൊരു പേടിക്കണ്ട കേട്ടോ എന്ന് പറയാൻ കാരണം എന്തുവാ? ഭയത്തിൽ നല്ലൊരു ശതമാനം രോഗം കയറി വരുന്നുണ്ട്. ഭയത്തിലൂടെ നല്ലൊരു ശതമാനം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കയറി വരുന്നുണ്ട്. അത് ആരുടെ ആയുധം നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇത്രയും കുഴപ്പങ്ങൾ അത് ഉണ്ടാക്കുന്നത്, സൃഷ്ടിക്കുന്നത്. ആമേ ശ്രദ്ധിക്കുക. ഇത് തിന്നു ഇവരുടെ കണ്ണ് തുറന്ന ഉടനെ, ആദത്തിന്റെ കണ്ണ് തുറന്ന ഇവർക്ക് ഭയമുണ്ടായി. ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റുന്നില്ല, കർത്താവിനോട് അടുക്കാൻ പറ്റുന്നില്ല. അകലാൻ തോന്നിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ പലരും ദൈവത്തിന് അകലുന്ന കാരണം? അത് ഇന്ന് തുടങ്ങിയതല്ല, അന്ന് പോയി തുടങ്ങിയതാണ്. ഹല്ലേലൂയ. ഈ അകന്ന മനുഷ്യൻ പോയിട്ട് ഒളിച്ചു, ഇലകളൊക്കെ പറിച്ച്. അന്നേരം ഇവർക്ക് മനസ്സിലായി തങ്ങൾ നഗ്നരാണെന്നുള്ളത്. മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ ആരംഭിച്ചത് അവിടെ മുതലാണ്. അതിനുമ്പ് വസ്ത്രത്തിന്റെ ആവശ്യമില്ല, കാരണം വസ്ത്രത്തെ കവിയുന്ന ദൈവ തേജസ്സായിരുന്നു അവരെ. അവരെ കാണുമ്പോൾ തേജസ്സിനകത്താണ് അവരുള്ളത്. തേജസ് അവരെ ചുറ്റും, അതിനകത്ത് ഇവർ നിൽക്കുന്നത്. അതാ ദൈവത്തിന്റെ സ്വരൂപം. ദൈവം മുഴുവൻ തേജസ്സാണ്, ചുറ്റും തേജസ്സിൽ പൊതിക്കുന്നതാണ് ദൈവം. മനുഷ്യനെയും ആ തേജസ്സിനകത്താക്കി. ആമേ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ഈ തേജസ്സിനകത്താക്കി കഴിഞ്ഞപ്പോൾ ഈ പാപം ചെയ്ത ഉടനെ തേജസ് നഷ്ടപ്പെട്ടു പോയി. തേജസ് നഷ്ടപ്പെട്ടാൽ ദൈവത്തിന്റെ അടുക്കൽ നിൽക്കാൻ പറ്റത്തില്ല. ഇന്നും അത് തന്നെയാണ്. അതാണ് ഈ യോഹന്നാൻ പത്മോസിലെ യേശുവിനെ കാണുമ്പോൾ തന്നെ കുഴഞ്ഞു വീഴുന്നത്. കാരണം ഈ ശരീരത്തിൽ പറ്റത്തില്ല. ഇതിന് സ്വർഗീയ തേജസ് പൊതിയാണ് നമ്മുടെ മേൽ. അതിനാ പൗലോസ് പറഞ്ഞത് ഇത് വന്നിട്ടില്ല, വരും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ന് പറയാൻ കാരണം അത് ശരിക്കും വന്നിട്ടില്ല ഇവിടെ. അത് ഈ കുഴഞ്ഞു വീഴുന്നത്. ഈ തേജസ് നഷ്ടപ്പെട്ട ഉടനെ ഇവര് പേടിച്ചു. ഇവർ ഓടി ഒളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആമേ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. മെല്ലെ നടന്നു വരുന്ന കർത്താവ്, യഹോവേ ദൈവം നടന്നു വരും. എത്ര പേര് ആഗ്രഹിക്കുന്നല്ലേ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, നമ്മുടെ അടുക്കളയ്ക്ക് ഒന്ന് വരാൻ പ്രാർത്ഥിക്കുന്നു. ആരും ഒരിക്കലും എന്റെ കണ്ണീര് തുടക്ക ആ കർത്താവ് എന്തെന്നറിയാമോ? നടന്നു വരിക. ആദത്തിലേക്ക് എന്ത് സ്നേഹത്തിന് വരുന്നറിയാമോ? തന്റെ മക്കളെ ഒന്ന് കാണാൻ വേണ്ടി, തന്റെ ഈ മക്കളെ ഒന്ന് കാണാൻ വേണ്ടി, തനിക്ക് അവരോട് കൂടെ ഇരിക്കാൻ വേണ്ടി ആഗ്രഹം. ഭയങ്കര ആഗ്രഹത്തോടെ വരുന്നത്, ഭയങ്കര ആഗ്രഹത്തോടെ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നോക്കിയിട്ട് നേരത്തെ ഉള്ള സ്ഥലത്ത് കാണുന്നില്ല. ഒരമ്മയ്ക്ക് കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് സമയത്ത് തിരിച്ചു വന്നിലേക്കുള്ള വേദന നിങ്ങൾക്ക് അറിയാമോ? ആ വേദന അറിയാൻ പറ്റുമോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സമയത്ത് ജോലി കഴിഞ്ഞ് പഠിക്കാൻ പോയിട്ട് സമയത്ത് വന്നിലേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വേദന അമ്മയ്ക്കാണ്. ആ വേദന മറ്റുള്ളവർക്ക് എന്ത് പറയാം, അത് നമുക്ക് നോക്കാൻ അന്വേഷിക്കാം. പക്ഷെ ഇവരകത്തുള്ള അനുഭവം ഉണ്ടല്ലോ, ഇതിനപ്പുറമായിരുന്നു ദൈവത്തിന്. ഇവരെ കാണുന്നില്ല, എവിടെ പോയി? അതുകൊണ്ട് അവൻ വിളിച്ചത് ആദമേ. ആ വിളി എന്താണെന്നറിയാമോ? ആ വിളി കാണാത്ത ഒരു കുഞ്ഞിനെ, സ്വന്തം അമ്മയുടെ ഒരു കുഞ്ഞിനെ കാണാതിരിക്കുമ്പോൾ അമ്മ വിളിക്കുന്ന വിളിയല്ല അടുത്ത ആൾ വിളിക്കാം. നമുക്കൊക്കെ വിളിക്കാൻ പറ്റും. കെട്ടിലൂടെ വരട്ടെന്നോർത്ത് നമുക്ക് പേര് വിളിക്കാം, അല്ലേ? അവരെ പേര് വിളിക്കാം. ഞാൻ വിളിക്കാം ജയ്സ, സൈലസ് വിളിക്കുക ജയ്സ, എല്ലാവരും വിളിക്കുന്നോ? പക്ഷെ സാറേഷ് വിളിക്കുന്ന അങ്ങനെയല്ല, അലറിക്കരിക്കാൻ വിളിക്കുന്നത്. വേദന കൊണ്ടാണ് വിളിക്കുന്നത്. എന്നാ സൃഷ്ടിച്ച ദൈവം ഒരു വിളി വിളിച്ചു, ആദമേ. നിനക്ക് എന്ത് പറ്റി? നീ പറ, നീ എവിടെയാ? എന്ത് പറ്റി? നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്ന നീ പറ, നീ എവിടെയാ? എടുത്തവിടെ പറഞ്ഞു ഞങ്ങൾ നഗ്നരാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. ആര് പറയുന്നത് കിടക്കുന്നില്ല? ഞാൻ തിന്നരുന്ന് പറയുന്നത് നിങ്ങൾ തിന്നോ? ഉടനെ പറഞ്ഞു അവ എന്നെ പറ്റിച്ചു. ദൈവത്തിന് ഭയങ്കര ദുഃഖമായി. ഒരു നല്ലതായി പഠിപ്പിച്ചൊരു കുഞ്ഞിനെ, സ്വത്തുക്കൾ വരെ പണയം വെച്ച് പഠിപ്പിച്ചൊരു ജോലിക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഒരാളെ കൊന്നിട്ട് ജയിലിൽ കയറിയ അപ്പന്റെ അമ്മയുടെ അവസ്ഥ എന്താ? ഇതിനപ്പുറമായിരുന്നു അവിടെ സംഭവിച്ചത്. ഞാൻ തിന്നത് പറഞ്ഞത് തുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് ഭയങ്കര വേദന ഉണ്ടായി. അവരെ വിളിച്ചു. അവൻ നീതിമാനായ ദൈവം. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നശിപ്പിച്ചു കളഞ്ഞ തന്നെ. പക്ഷെ അവനെ തോന്നുന്നില്ല കേട്ടോ. അവന് വേറെ ഉണ്ടാക്കാം അവിടെ, വേറെ മനുഷ്യനെ ഉണ്ടാക്കാൻ ഇവിടെ അതേ സ്വരൂപത്തിന് നശിപ്പിച്ചു കളയുക. ദൈവം ചെയ്തിരുന്നെങ്കിൽ
നമ്മളിങ്ങനെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ചെയ്യാതെ നശിപ്പിക്കാതെ ദൈവം ഒരു മൃഗത്തെ കൊന്നതിന്റെ തോലുരിച്ച് അവരെ വസ്ത്രം ധരിപ്പിച്ചു. അവരെ വസ്ത്രം ധരിപ്പിച്ചു. ദൈവം പറഞ്ഞു, നീ ഇത് 3 ശിക്ഷകൾ ദൈവം കൊടുത്തു. ആ പാപ സംബന്ധമായി അതിലൂടെ ഇനി നിങ്ങൾ ജീവിക്കും. ആയുസ് കുറച്ചു ദൈവം ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നു. അന്ന് മുതൽ സ്വർഗത്തിൽ പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ആലോചന തുടങ്ങി. എങ്ങനെ ഞാൻ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും? എങ്ങനെ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും? എങ്ങനെ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ പറ്റും? മനുഷ്യൻ തേജസ് പോയി അവിടെ പോയി അവർക്ക് നിൽക്കാൻ പറ്റില്ല, കരികു പോകും. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ്, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുമ്പോഴാണ് രക്ഷയുടെ മാർഗത്തിലൂടെ ദൈവം ചിലതിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങുന്നത്. അല്ലെ, അവരെ തലമുറയായ ഹാവേലിന്റെ ഒരു യാഗത്തെ ദൈവം പ്രസാദിച്ചു വരുന്ന ഉടനെ അവിടെയും ദൈവത്തിന്റെ പ്രതീക്ഷ തെറ്റിച്ചു. അവിടെയും ദൈവത്തിന്റെ പ്രതീക്ഷ തെറ്റിച്ചു. ആദാമിലുള്ള സന്തതിയിലൂടെയെങ്കിലും എനിക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് ദൈവം ആലോചിച്ചിട്ട് ആരാധനയ്ക്കുള്ള വഴി ഒരുക്കി. ചേട്ടനെ മനിയനും കൂടി ആരാധനയ്ക്ക് കടന്നുപോയി. ആരാധനയ്ക്ക് കടന്നുപോയപ്പോ ഹാബേലിന്റെ യാഗത്തെ ദൈവം പ്രസാദിച്ചു. ദൈവത്തിന് ഇഷ്ടം തോന്നി. തനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി. ആദാമിന് സ്വന്തം സ്വരൂപത്തിലിട്ട മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ഹാബേലിലൂടെ ദൈവത്തിന് പ്രതീക്ഷ തോന്നിയപ്പോൾ അവനെ കൊണ്ടുകളഞ്ഞു. എന്തൊരു വേദനയാണ്, എന്തൊരു വേദനയാണ്. അതും കഴിഞ്ഞിട്ട് ഹല്ലേലൂയ കായനിലൂടെ വീണ്ടും ശേഷിക്കുന്നു. അങ്ങനെ തലമുറകൾ വന്നുകൊണ്ടിരിക്കുന്നു. നോഹയുടെ കാലം, ഹല്ലേലൂയ, നോഹയുടെ കാലം ദൈവം പ്രതീക്ഷിച്ചു. അവിടെയും ചില പാപത്തിന്റെ പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. 6-ാമത്തെ 1 നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വീണ്ടും അങ്ങോട്ട് കാലാവധി വരികയാണ്. ദൈവം അബ്രഹാമിനെ തിരയുന്നു. അബ്രഹാമിനെ കൊണ്ടപ്പോൾ അബ്രഹാം ദൈവത്തിന്റെ ചില കൽപ്പനകൾ, ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് ഭയങ്കര ആഗ്രഹം തുടങ്ങി. അബ്രഹാമിലൂടെ ദൈവത്തിന്റെ വലിയ പ്രതീക്ഷ, സൃഷ്ടിപ്പിന്റെ പ്രതീക്ഷകൾ അവിടെ വീണ്ടും കയറി വരാൻ തുടങ്ങി. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാമേ നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. ആദാമിൽ ഞാൻ ശപിച്ചിട്ടുണ്ട്, ആദാമിൽ ഞാൻ ഭൂമി ശപിച്ചു, ആദാമിൽ ശാപമുണ്ട്. പക്ഷെ നീ എന്റെ വാക്ക് കേട്ട് ഇറങ്ങിയോണ്ട് നീ ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ദൈവം വലിയ പ്രതീക്ഷയോട് കൂടി അബ്രഹാമിനെ കാണുവാൻ തുടങ്ങി. അബ്രഹാമിനെ കണ്ടിങ്ങോട്ട് വരുമ്പോൾ അബ്രഹാം പോകുന്നിടത്തൊക്കെ ദൈവത്തിന് യാഗം കഴിക്കും. ഈ യാഗം കഴിക്കുന്നെങ്കിലും ദൈവത്തിനോട് പ്രസാദിക്കാമെന്നല്ലാതെ കർത്താവിനോട് ഇരിക്കാൻ സ്ഥലമില്ല. കർത്താവിനോട് ഇരിക്കാൻ സ്ഥലമില്ല. ഇരിക്കാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ തിരഞ്ഞെടുത്തോടുന്ന മനുഷ്യന് ഇനി ഇങ്ങനെ പോയാൽ പോരാ. ഇവർക്ക് ചില നിയമങ്ങൾ കൊടുക്കണം. ഇനി ഇവർ തെറ്റിപ്പോകരുത്. അതിന് ചില നിയമങ്ങൾ കൊടുക്കണം. അതിനാണ് 10 കൽപ്പന. അങ്ങനെയാണ് കൽപ്പനകളോട് വന്നത്. ആദ്യം കൽപ്പന ഇല്ലായിരുന്നു, ആദ്യം നിയമമില്ലായിരുന്നു. ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. ദൈവം അടുക്കൽ ഇറങ്ങി വരുമായിരുന്നു. ഇനി ദൈവം അവിടെ ഇറക്കി വരാൻ പറ്റത്തില്ല. കാരണം ദൈവം കർത്താവ് വന്ന ഈ ശരീരത്തിന് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഇനി ഇവര് തെറ്റിയായിരിക്കാം. കൽപ്പന കൊടുക്കണം. അതിനാണ് ഈ കൽപ്പനകളുണ്ട്, നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഈ നിയമങ്ങള് ഉണ്ടാകുന്ന നിയമം കൊടുക്കുമ്പോൾ തന്നെയാണ് പുറപ്പാട് പുസ്തകമാണ് നിയമങ്ങൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുമോ? ഈ നിയമമെല്ലാം കൊടുത്താലും കർത്താവിന് ആഗ്രഹം ഇവര് പോകുന്ന എല്ലാ വിഷയം കർത്താവിന് കൂടെ ഇരിക്കണം. അതിനാ കർത്താവ് തന്റെ ആഗ്രഹം ചോദിച്ചത്. എനിക്കത് ആദാമിൽ കിട്ടിയില്ല. ഇത്രയും വർഷം ആദാമിന്റെ സന്തതി തലമുറയായിട്ട് എനിക്ക് അവരിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോശയോട് ദൈവം ചോദിച്ചു, നീ എനിക്കൊരു ആഗ്രഹമുണ്ടാകും, ഞാൻ ഇരിക്കാൻ നീ ഒരു സ്ഥലം എനിക്ക് ഉണ്ടാക്കി തരും. 2 വർഷം പ്രാവശ്യം മറുപടിയില്ല അല്ലേ? 3 വർഷം പ്രാവശ്യത്തെ മറുപടിയില്ല. നാളുകൾ പ്രാവശ്യം മറുപടിയില്ല അല്ലേ? എന്നാൽ എന്റെ ദൈവത്തിന് ആദാം മുതൽ എത്ര സൃഷ്ടിപ്പ് വരെ മറുപടിയില്ലാതെ കിടക്കുക, ഒരു സ്ഥലം കിട്ടാതെ. നമുക്ക് കാത്തിരിക്കാം. ഒരു മറുപടി വെളിപ്പെട്ടു, ഒരു മറുപടി വെളിപ്പെട്ട് വരും. ഒരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വഴിച്ച് വരും. ദൈവത്തിന്റെ വലിയ പ്രതീക്ഷയാണ്. എന്ത് വന്നാലും വേണ്ടില്ല, യാത്ര വിശ്വാസം നശിപ്പിക്കാൻ നോക്കാനും ഒരു തലമുറ എനിക്ക് ഇരിക്കാൻ ഒരു സ്ഥലം ഒരുക്കും ഈ കാലഘട്ടത്തിൽ. മോശയിലൂടെ തന്റെ പ്രതീക്ഷ, മോശയിൽ ഭയങ്കര ആഗ്രഹം. കുറെ കാര്യങ്ങൾ ദൈവത്തിന് ആദാം മുതലുള്ള കാര്യം പറയാനുണ്ട്. അതിന് ദൈവം മോശയെ കണ്ടിട്ട് മോശം പറഞ്ഞു, നീ പർവ്വതത്തിലേക്ക് കയറി വരിക,
40 ദിവസം അവിടെ ഇരുന്നത്. എന്താ സംസാരിച്ചത്? ഹല്ലേലൂയ. ആദം മുതൽ നടന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ ആഗ്രഹം ചിലതൊക്കെ പറയാം. പക്ഷേ ദൈവം മോശയുടെ മുഖത്തോട് ഒരു കൂട്ടുകാരനോട് സംസാരിച്ചു. കൂട്ടുകാരനോട് സംസാരിക്കുന്നത് എന്താ ശരിക്കും പറഞ്ഞ? കൂട്ടുകാരനോട് സംസാരിക്കുന്നത് വേറെ ആരും പറയാൻ പറ്റാത്ത കാര്യം കൂട്ടുകാരോട് പറയും. അതൊരു അല്ലേ, വീട്ടുകാരോട് പറയുമ്പോൾ കുറെ ഭാരമൊക്കെ മാറും. പക്ഷെ ദൈവത്തിന് ഭാരം മാറുന്നല്ല, മനുഷ്യർക്കുള്ള വേദനയാണ്. ഹല്ലേലൂയ. അതാണ് കൂട്ടുകാരനെ പോലെ മോശയോട് നിങ്ങൾ സംസാരിച്ചെന്ന് പറയുന്നത്. മോശ അവിടെ പർവ്വത്തിൽ കയറി വന്നു, വേറെ ആരെയും കൂട്ടില്ലെന്ന് പറയും. പർവ്വത്തിൽ കൊണ്ട് കർത്താവിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അല്ലാതെ 5 പഞ്ചഗ്രന്ഥം എഴുതാൻ പറ്റത്തില്ല. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ എഴുതണമെങ്കിൽ എത്ര കാര്യങ്ങളോടെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ 10 കൽപ്പന തന്നത് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. 40 ദിവസം അവിടെ ഇരുന്നത്. ഈ 40 ദിവസവും പറഞ്ഞ കാര്യങ്ങളുടെ 5 പഞ്ചഗ്രന്ഥം. അങ്ങനെയാണ് നമ്മളിത് അറിഞ്ഞത്. ഈ സംഭവം ആദാമിലുണ്ടായത് പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? ആദാമിലൂടെ ദൈവത്തിന് ഉണ്ടായ വേദനയും ദുഃഖവും സകല കാര്യങ്ങളും നമ്മളറിഞ്ഞത് മോശയോട് കൂടെ 40 ദിവസം ദൈവം സംസാരിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിവ് കിട്ടുന്നത്? ആ പ്രമാണത്തിൽ നമ്മളിത് അറിഞ്ഞത്. നമുക്ക് പ്രതീക്ഷ ഉണ്ടായി അതില്. അല്ല നമ്മുടെ അവസ്ഥയ്ക്ക് ലോക സ്ഥാപനത്തിന് മഴ ഉണ്ട്. പക്ഷെ എങ്ങനെ രക്ഷപ്പെടും? പ്രതീക്ഷ ഉണ്ടായി ഇവിടെ. ലേഖനം 1:4 വായിക്കുമ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾ ക്രിസ്തുവിലുണ്ട്. ഈ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പൊ നമ്മൾ ആദാമിന് പറഞ്ഞിരുന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുക, എന്ത് സംഭവിക്കാം? പക്ഷെ പ്രതീക്ഷയുടെ മോശം ഉണ്ടായി കഴിഞ്ഞിട്ട് പറയുക, ദൈവം പറയുക ഇതെല്ലാം കൊടുത്തിട്ട് പുറപ്പാട് ദിവസം 25:8 കർത്താവ് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എത്രയോ സൃഷ്ടിപ്പുകൾ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലം വിളിക്കാൻ വേണ്ടി. പക്ഷെ അത് കർത്താവിന് വേണ്ട. കർത്താവിന് എന്നെ നിങ്ങളെയാ വേണ്ട സ്ഥലം വിളിക്കാൻ. അങ്ങനെ മോശയോട് പറഞ്ഞ പ്രകാരം സമാഗമന കൂടാരം, അതിനകത്ത് പഴയ നിയമത്തിൽ ആലയമെന്ന് അറിയപ്പെടുന്നത് ഒരു കൂടാരമായിരുന്നു. ആ കൂടാരത്തിന്റെ മുമ്പിലുള്ള പ്രാകാരം, അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വിശുദ്ധ സ്ഥലം, അത് കഴിഞ്ഞിട്ടുള്ള അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് ഒരു പെട്ടകമുണ്ട്. രണ്ടെന്റെ മുകളിൽ കെരൂബുകളുണ്ട്. അഹോരന്റെ തടുത്ത മടി. അതിനകത്താകുന്നു കർത്താവിന്റെ സാന്നിധ്യം. പിന്നെ ഇറങ്ങി കർത്താവ് പ്രസാദിക്കാൻ തുടങ്ങിയത് യാഗത്തിൽ. പക്ഷെ അതൊരു താൽക്കാലികം മാത്രമായിരുന്നു. ഒരു താൽക്കാലികം മാത്രം. കർത്താവിന്റെ ആ പൂർണ്ണത വരുന്നില്ല. കർത്താവിന് ശരിക്കും ഒരു തൃപ്തി വരുന്നില്ല. അവിടെ തൃപ്തി വരുന്നില്ല. നമ്മുടെ കുട്ടിക്ക് തൃപ്തി അവിടെ വന്നിട്ടില്ല. ഇതല്ല ദൈവം ഇവിടെ അല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നുണ്ട്, ഈ മേഘം പൊങ്ങുമ്പോ കൂടെ എടുത്തോണ്ട് പോകണം. ഇതിന് എടുത്തോണ്ട് പോകണം. ഇതെല്ലാം എടുക്കേണ്ടവരുണ്ട്. ലേവ്യരാണ് എടുക്കേണ്ടത്. ഇത് എടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ പോകണം. എവിടെ കൊണ്ടുപോകണം അറിയാമോ? മേഘം പൊങ്ങി വരെ പോയിട്ട് മേഘം താഴ്ന്നിടത്ത് വേണമെങ്കിൽ കൂടെ അടിക്കാൻ. അങ്ങനെയാണ് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത് എല്ലാവരും ആത്മാവിന്റെ ദൈവത്തിൽ. അങ്ങനെ ആത്മാവിന്റെ ദൈവത്തിലാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ആത്മാവിന്റെ ദൈവത്തിലാണോ വചനം പറയുന്നത്? മേഘം പൊങ്ങുമ്പോ കൂടെ എടുക്കുക, മേഘം താഴത്ത് കൂടെ അടിക്കുക. ദൈവം പറയുന്നത് പറയുക, പറയാത്തത് പറയരുത്. ഹല്ലേലൂയ. എന്താണ് ഈ ആത്മീയ മരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്? പറയാത്തത് പലരും ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം ലേവ്യൻ പെട്ടകം എടുക്കണം. ദാവീദ് പെട്ടകം പലസ്തീനിലേക്ക് ചെന്ന് വിട്ടു. തിരിച്ച് കാളവണ്ടി കയറ്റിയിട്ട് കാളവണ്ടി വിരണ്ടു, പെട്ടകം ചെരിഞ്ഞു, ഉസകര് പിടിച്ചു, തൽക്ഷണം മരിച്ചു. അതിന്റെ അർത്ഥം ആത്മീയ മരണം. ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്യുന്നത്. പെട്ടകം ചുമക്കേണ്ട ലേവ്യനാണ്. മേഘം എവിടെ പൊങ്ങുമോ അത് ആ കൂടാരം എടുത്തുകൊണ്ട് മേഘം താഴ്ന്നിട്ടടിക്കണം. ദൈവ നിയോഗത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീയമരണം സംഭവിക്കുന്ന കാര്യം ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. പലർക്കും പിടികിട്ടുന്നില്ല ഇത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഈ കൂടെ ഇതിലൊന്നും കർത്താവിന് തൃപ്തി വരുന്നില്ല. ഓരോ സ്ഥലത്ത് എടുത്തുകൊണ്ട് പോകുന്ന അടിക്കുന്നു, ഓരോ സ്ഥലത്ത് എടുത്തു. എന്നാലും ദൈവത്തിന്റെ ആഗ്രഹത്തിന് തൃപ്തി അങ്ങോട്ട് വരുന്നില്ല. നമുക്കറിയത്തില്ലേ? ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലിങ്ങനെ വരിക. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താണ് നല്ലൊരു ബിരിയാണി ഇരിക്കുന്നത് കിട്ടണം. ഹല്ലേലൂയ. പക്ഷെ ഉണ്ടാക്കിയത് കഞ്ഞിയും ചമ്മന്തി, അവർക്കൊരു തൃപ്തി വരത്തില്ല. ഇതൊരു ചെറിയൊരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കർത്താവിനെ ഇതിനകത്ത് ഇരിക്കാൻ എന്താ ഈ സാന്നിധ്യം? ഈ കൃപാസനമായ പെട്ടകത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ആണ്ടിൽ ഒരിക്കൽ പോകുന്ന പുരോഹിതനകത്ത്, ഈ പുരോഹിതനാണ് മധ്യസ്ഥൻ ജനത്തിനും ദൈവത്തിന്റെ മധ്യയിലുള്ള. ശ്രദ്ധിക്കുക, അതൊരു നിലമാണ്. പുതിയ നിയമം യേശുവാണ് ഏക മധ്യസ്ഥൻ. ജനത്തിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന ഈ പുരോഹിതനാണ്. പുതിയ നിയമത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയത് യേശുവാണ്. കാൽവരി രക്തം എടുത്തുകൊണ്ട് ക്രൂശിൽ. ഈ പുരോഹിതൻ ആണ്ടിലൊരിക്കൽ
പോകുന്ന വേറെ പുരോഹിതന്മാരുണ്ട്. ഈ പുരോഹിതൻ ആ മഹാപുരോഹിതനാണ്. മഹാപുരോഹിതന് മാത്രമേ ആണ്ടിലൊരിക്കൽ പെട്ടകത്തിലേക്ക് പോകാൻ. പെട്ടകത്തിൽ എന്താ ഉള്ളേ? ദൈവ സാന്നിധ്യം അവിടെ മാത്രമേ ഇറങ്ങത്തുള്ളൂ, വേറെ എവിടെ ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. ബാക്കി കാര്യം അവിടെ പറയുന്നില്ല. ഈ മഹാപുരോഹിതൻ പോകുമ്പോൾ ഒരു കൂട്ടം ജനം മുഴുവൻ വളരെ പ്രതീക്ഷയാണ്. ഈ മഹാപുരോഹിതൻ പോയിട്ട് ഞങ്ങളുടെ കാര്യം ദൈവത്തോട് പറയൂ, എന്റെ മോളെ കല്യാണം, അല്ലെങ്കിൽ ഇന്ന വിഷയം, ഇന്ന രോഗമുണ്ട്, അതിനൊരു വിടുതൽ കിട്ടണം എന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ പറയുമായിരിക്കാം. വളരെ പുരുഷോട് നിൽക്കുകയാണ് എല്ലാവരും, ആഹാരം പോലും കഴിക്കാതെ. അപ്പൊ ഈ പോകുന്ന മഹാപുരോഹിതനില് എന്തെങ്കിലും അശുദ്ധി ജീവിതത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് ജീവിതത്തിലുണ്ടെങ്കിൽ പെട്ടകത്തിന് മുമ്പിൽ എത്തുമ്പോൾ അവൻ മരിച്ചതാണ്. കാരണം അത്ര വിശുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഈ അരയിലൊക്കെ ഒരു മണി കിട്ടും. ഈ പുരോഹിതനെ നടന്നു പോകുമ്പോൾ മണി അടിച്ചുകൊണ്ടിരിക്കും, ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. അതിനൊക്കെ അർത്ഥമുണ്ട്. സ്തുതിയും സ്തോത്രം മുടങ്ങിക്കൊണ്ടിരിക്കണം. അല്ലെ, മണി അടിച്ചുകൊണ്ടിരിക്കും. മണി അടിക്കാതെ കേട്ടാൽ മനസ്സിലാക്കണം പുരോഹിതൻ തട്ടിപ്പോയി. ഇന്നത്തെ പുരോഹിതന്മാരെ എത്ര പേര് പിടിച്ചു നിൽക്കും? എത്ര പേര് പിടിച്ചു വലിച്ചു? ആ അരിയിൽ ചരട് പുറത്ത് കിടക്കുക, വലിച്ചപ്പോ ബോഡിയാ പുറത്ത് വരുന്നത്, ശരീരം ശവം. മഹാപുരോഹിതൻ എല്ലാ പ്രതീക്ഷയും ജനത്തിന്റെ നഷ്ടപ്പെട്ടു. ആണ്ടിലൊരിക്കലും സംഭവിക്കുന്നത്. പക്ഷേ അവരെക്കാളും വേദന ദൈവത്തിനുണ്ടായി ഈ ജനത്തെ നോക്കിയിട്ട്. അതുകൊണ്ട് ദൈവം വീണ്ടും പറയുക, ഞാൻ എങ്ങനെ അവിടെ അടുക്കളയ്ക്ക് ഇറങ്ങി വരേണ്ടി? ഏൽപ്പിച്ചവരോ വിശ്വസ്തരല്ല. ഇന്നും ഹല്ലേലൂയ. സ്വർഗത്തിൽ വീണ്ടും ഹല്ലേലൂയ. അങ്ങനെ യെശയ്യാ പ്രവചനം അയക്കുമ്പോൾ സംഭവം ഉണ്ടായി. ഹല്ലേലൂയ. പിന്നെ ഡയറക്റ്റ് ഞാൻ ഇറങ്ങി പോകാൻ സമയം ഭൂമിയിലേക്ക്. അതാരെന്ന് അറിയാമോ? വചനം ജഡമായി. വേറെ ഒരു പുരോഹിതനെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു പുരോഹിതനോട് ജനത്തെ രക്ഷിക്കാൻ പറ്റാതെ ദൈവത്തിന് മനസ്സിലായപ്പോ സ്വർഗം തീരുമാനിച്ചു. വചനം മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇറങ്ങി വരാം. പൗലോസിനെ ഒരിക്കൽ യെരുശലേമിലേക്ക് സുവിശേഷം പറയാൻ വേണ്ടി പോകുമ്പോൾ അനനിയാസ് എന്നൊരു പ്രവാചകൻ വന്നിട്ട് ഒരു ഷാള് എടുത്തത് അവന്റെ കാലിൽ ചുറ്റിട്ട് പറഞ്ഞു, അവിടുന്ന് പോയാൽ നിന്നെ ഇതേപോലെ ആക്കുമെന്ന് പറഞ്ഞു. പൗലോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ തടയരുത്. അവൻ യെരുശലേമിലേക്ക് തന്നെ പോയി. ഒരുപക്ഷെ ഇതേപോലെ തന്നെ വചനം മുമ്പോട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഉള്ള ദുഃഖം അവിടെ ഉണ്ടായി കാണാം. യേശുവിന് വരാൻ പോകുന്ന കഷ്ടാനുഭവങ്ങൾ. എന്നിട്ട് പോലും ഇവിടെ അയച്ചു. എന്നിട്ട് പോലും വചന ജഡമായി കന്യക ജനിച്ചു. യേശു ഇവിടെ വന്നു. യേശു ഇവിടെ വന്നിട്ട് എന്ത് സംഭവിച്ചറിയാമോ? ഹല്ലേലൂയ. യേശുവാണ് ഇനി പോകേണ്ടത് എവിടേക്ക്? ആദ്യ വിശുദ്ധ സ്ഥലത്തേക്ക്, അഥവാ പിതാവിന്റെ അടുക്കലേക്ക്. അതാ ദൈവത്തിന്റെ അടുക്കലേക്ക് യേശു വരണമെങ്കിൽ, യേശു പോകണമെങ്കിൽ, യേശു ഇപ്പോൾ ദൈവമാകാൻ പാടില്ല, തിരിച്ചൊരു മഹാപുരോഹിതനാണ്. അതിനാണ് അപ്പസ്തോലൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പസ്തോലൻ പറയുന്നത് അവനെ മഹാപുരോഹിതൻ വയ്ക്കുന്നതിന് കാരണം അതാണ്. പാപമില്ലാത്ത മഹാപുരോഹിതൻ, ഒരു തെറ്റും ആർക്കും കാണാത്ത മഹാപുരോഹിതൻ, അങ്ങനെ 5 കോടതിയിൽ വിസ്തരിച്ചിട്ട് ഒരു തെറ്റും കാണാത്ത മഹാപുരോഹിതൻ ഒരൊറ്റയാളേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഈ മഹാപുരോഹിതൻ, ഹല്ലേലൂയ, ഈ മഹാപുരോഹിതൻ, ഹല്ലേലൂയ, ഇനി ഇവിടേക്ക് കയറി വരണം. കയറി വരുവാൻ വേണ്ടി എന്ത് സംഭവിച്ചറിയാമോ? ഇനി മൃഗത്തിന്റെ രക്തം പറ്റത്തില്ല. ഇനി മൃഗത്തിന്റെ രക്തത്തിൽ ദൈവം പ്രസാദിക്കത്തില്ലെന്ന് യെശയ്യാവിന്റെ സംഗീതത്തിൽ വായിക്കപ്പെടുന്നു. ആ പ്രകാരം ദൈവം എന്ത് ചെയ്യുന്നു? അത് എബ്രായലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ, തന്റെ സ്വന്തം രക്തം എടുത്ത് പോകാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനു വേണ്ടി മാത്രമായിരുന്നു യേശുവിന്റെ കാൽവരി ക്രൂശിൽ സംഭവിച്ചത്. ആ ക്രൂശിലൂടെ തന്റെ സ്വന്തം രക്തമായിട്ട് യേശു കയറിപ്പോയി. എഴുതിയിരിക്കുന്നു, ഇതിന് ഇപ്പുറമായിട്ടുള്ള തിരിശീല, അത് ഈ വിശുദ്ധത്തേക്ക് പോകുന്ന തിരിശീല. യേശുവിന്റെ ക്രൂശിൽ സംഭവിച്ചത് തിരിശീല രണ്ടായി കീറിപ്പോയി. കീറിപ്പോയിട്ട് യേശു എന്ത് ചെയ്തു? തിരിശീലയും കടന്ന് തന്റെ സ്വന്തം രക്തമായിട്ട് പിതാവിന്റെ അടുക്കൽ നേരിട്ട് അങ്ങോട്ട് നേരിട്ട് കറിച്ചിരുന്നു. നേരിട്ട് കറിയുന്നു. മോശം എഴുതിയ പ്രമാണം അനുസരിച്ച് ഒരു മഹാപുരോഹിതന് നേരെ കയറി വരാൻ കഴിയാത്ത ഇടത്ത് ജനത്തിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ ഒരേ ഒരു യേശു. ഹല്ലേലൂയ. യേശു അവിടെ കയറി ചെന്നപ്പോൾ സ്വർഗത്തിന് ഭയങ്കര സന്തോഷമായി. ഉൽപ്പത്തിയിൽ ആരംഭിച്ച ആഗ്രഹം നിറവാൻ സമയമായി എന്ന് ദൈവം പ്രതീക്ഷിക്കാൻ തുടങ്ങി. ദൈവത്തിന് ഭയങ്കര പ്രതീക്ഷയുണ്ടായി. ആ പ്രതീക്ഷയിൽ ആലയ വരുമ്പോൾ ഹല്ലേലൂയ, ഇത് ഇവിടെ പൂർണ്ണമാണെങ്കിൽ യേശു കാൽവരി മരിച്ചു കഴിഞ്ഞു. സഭ സ്ഥാപിക്കപ്പെടണം. ഇനി സഭ സ്ഥാപിക്കപ്പെടണം. സഭ സ്ഥാപിക്കപ്പെട്ട മാത്രമേ
ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ലഭിക്കത്തുള്ളൂ. സഭ സ്ഥാപിക്കപ്പെടണമെങ്കിൽ യേശു കാൽവരി തകർക്കപ്പെടണം. അതിന് മുമ്പ് ഹല്ലേലൂയ. അങ്ങനെ യേശു കാൽവരി തകർക്കപ്പെട്ടു മരിച്ചു ഉയർത്തതിനു ശേഷം പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് പരിശുദ്ധാത്മാവിലൂടെ അപ്പസ്തോലന്മാരിലൂടെ പ്രവർത്തിച്ച് സഭ ഉത്ഭവിച്ചു. ഒന്നാമത്തെ അപ്പസ്തോലൻ പത്രോസ്. ഒരൊറ്റ പ്രസംഗം 3000 പേര് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് കൂടി ചേർത്ത് കഴിയുമ്പോൾ ആ സഭ യേശുവിന്റെ ശരീരമായി. ഞാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടായി. ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടായി. ഇപ്പൊ സഭയ്ക്കൊക്കെ കർത്താവുണ്ട്. സഭയ്ക്കകത്ത് കർത്താവുണ്ട്. ശരിക്കും പറയാം ഓരോ വ്യക്തിയുടെ അകത്ത് കർത്താവുണ്ട്. എങ്ങനെ? ഹല്ലേലൂയ. അപ്പോൾ ആമേ പുറപ്പാട് പുസ്തകം 25:8 വായിക്കപ്പെടുന്നത് 1 കൊരിന്ത്യർ 3:16 1 കൊരിന്ത്യർ 6:19 നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? അർത്ഥം ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു സ്ഥലം ഒരുക്കാൻ പറയുന്നത് ഇവിടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ആദം മുതലുള്ള ആഗ്രഹം ഇവിടെ നിറവേറി തന്റെ പുത്രൻ കൂടി. അങ്ങനെ നമ്മൾ ആരായി മാറി? ഒരു വിശുദ്ധ മന്ദിരമായി മാറി. അപ്പൊ ആദ്യം ദൈവത്തിന്റെ അബ്രഹാമിലൂടെ അബ്രഹാം പോകുന്നിടത്തൊക്കെ കൂടാതെ അടിക്കുന്നിടത്തൊക്കെ യാഗപീഠം പണിത് പോകുന്ന ഒന്നാമത് ദൈവം പ്രസാദിക്കുന്നത്. രണ്ടാമത് സമാഗമന കൂടാരത്തിലൂടെ, മൂന്നാമത് ശലോമന്റെ ദേവാലയം, നാലാമത് ഓർജിനലായിട്ട് ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കാൻ ഒരുങ്ങി മനുഷ്യന്റെ ഹൃദയം. ഞാൻ നിങ്ങൾ അതെന്തെങ്ങനെ കർത്താവ് യേശുവിനെ രക്ഷിതാവ് ദൈവമായിട്ട് നമ്മൾ അകത്ത് സ്വീകരിച്ച നിമിഷം മുതൽ ആമേൻ നമ്മുടെ കർത്താവ് അകത്ത് വന്നു കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു സമാധാന കൂടാരം അല്ലെങ്കിൽ ഒരു വിശുദ്ധ സ്ഥലം. ശ്രദ്ധിക്കുക, അതിന്റെ പൂർണ്ണത വന്നത് ഇവിടെയാണ്. കർത്താവ് യേശുവിനെ റോമർ 10:9 അല്ലേ 19 കാണിക്കുന്നത്. അതെ, ഹല്ലേലൂയ. കർത്താവ് യേശുവിനെ വായു കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ കർത്താവ് നമ്മെ നമ്മൾ അകത്ത് സ്വീകരിച്ചു കഴിഞ്ഞു. സ്വീകരിച്ചു കഴിഞ്ഞ നിമിഷം മുതൽ ആ കർത്താവ് ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഒരുങ്ങി. ഇതാണ് വിശുദ്ധ മന്ദിരം. ഇതാണ് വിശുദ്ധ മന്ദിരം. ഇതാണ് ദൈവത്തിന്റെ മന്ദിരം. ഇതാണ് ശലോമന്റെ ആലയത്തിനല്ല പ്രാധാന്യം, സമാഗമന കൂടത്തിനുമല്ല പ്രാധാന്യം, അബ്രഹാം പോകുന്നിടത്ത് കൂടാരം അടിക്കുന്നിടത്തല്ല പ്രാധാന്യം. നാം യേശുവിനെ രക്ഷിതാവിൻ ദൈവമായി സ്വീകരിച്ചതാണ് പ്രാധാന്യം. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അങ്ങനെ ആദാമിലൂടെയുള്ള മനുഷ്യന് സൃഷ്ടിക്കുമ്പോൾ പ്രതീക്ഷ ഇവിടെ നിറവേറി. ഇത് ഭാഗികമാണ്, പൂർണ്ണതയ്ക്ക് വരുന്നത് യേശു ദൈവവും നമ്മളും കൂടി ഒരുമിച്ച് 1000 ആണ്ട് വാഴ്ചയോടുകൂടി സ്വർഗത്തിൽ കിടക്കുന്നതാണ് ആദ്യത്തെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നിറവേറുന്നത്. മനസ്സിലാക്കാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നത്. ഇതിന്റെ ബൈബിളിന്റെ പ്രാധാന്യം ഉള്ളടക്കം ഇതാണ്. ഹല്ലേലൂയ. ഇതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയുകയും വെറുതെ ചിന്താകുഴപ്പക്കാരാകാതെ ഇതിന്റെ മെയിൻ ഭാഗങ്ങൾ അറിയാൻ ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ ആ ഭാഗം എന്നറിയാൻ ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ വസിപ്പോ നിങ്ങൾ എനിക്ക് വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുന്നത് ചോദിച്ച ഈ കർത്താവിനെ അതിന്റെ യേശുക്രിസ്തുവിലൂടെ നിറവേറി ആഗ്രഹം നമ്മൾ ഒരു വിലയും കൊടുത്തിട്ടല്ല, ഒരു മുടക്ക് നമുക്കില്ല. നമുക്ക് സൗജന്യമായി ദൈവത്തെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കാൻ കൃപ ലഭിച്ചത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി വില കൊടുത്തതുകൊണ്ട്. അങ്ങനെ നമ്മുടെ അകത്ത് കർത്താവ് സിംഹാസനമായി കർത്താവ് നമ്മൾ ഇരിക്കുകയാണ്. ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ലോകത്തിന് വേണ്ടി ജീവിക്കണമോ? പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കണോ അതോ നിങ്ങളെ പ്രസാദിപ്പിക്കണം? ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കണം? നിങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുക. ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഭർത്താവിന് വേണ്ടിയാണോ ജീവിക്കേണ്ടത്? വെറും ഭാഗികമായിട്ട് കുറച്ച് നാൾ മാത്രമാണ്. അതൊരു ഭാഗ്യമായിട്ടായിരിക്കട്ടെ. എന്നും എന്നേക്ക് യേശുവിന് വേണ്ടി ജീവിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഒരു ഭാഗമാകട്ടെ. കൂടുതൽ സമയം കർത്താവിന് വേണ്ടിയാകട്ടെ. ഹല്ലേലൂയ. എല്ലാ സമയം കർത്താവിന് ജീവിക്കും. ഇവിടെ കർത്താവിന് വേണ്ടി ജീവിച്ചില്ല എങ്ങനെ അവിടെ നമ്മൾ പോകും? നമ്മുടെ ആ പാട്ട് പാടിയത് പോലെ തന്നെ, ആ പാട്ടിലൂടെ നമ്മൾ ദൈവത്തെ സൂക്ഷിച്ചത് പോലെ തന്നെ കർത്താവിലേക്ക് തന്നെ നമ്മളായിരിക്കട്ടെ. ഇത്ര വലിയ സ്നേഹം ദൈവത്തിന് നമ്മളോട് തോന്നിയല്ലോ. ഞാൻ ആദ്യം പറഞ്ഞത് പോലെ തന്നെ ഏതെല്ലാം സൃഷ്ടിപ്പുകളുണ്ട്. മനുഷ്യൻ സൃഷ്ടിച്ച അതിന് പേരിട്ടു. ദൈവം സൃഷ്ടിച്ചത്, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പേരിട്ടു. ഇതെല്ലാം ഉള്ളപ്പോൾ എത്ര സൗന്ദര്യമുള്ള ഓരോ ജീവജാലങ്ങൾ, ഓരോ പ്രപഞ്ചത്തിലെ ഓരോ ഗോളങ്ങൾ, ഇതെല്ലാം ഉള്ളപ്പോൾ നമ്മളോടാണ് ഇത്ര താല്പര്യം തോന്നിയത്.
എന്ത് നന്മ നമ്മൾ കണ്ടിട്ടാണ്, എന്ത് നന്മ. ഇത് മാത്രം ചിന്തിച്ചാൽ മതി, ആരാധന അകത്ത് പുറത്തേക്ക് വരും. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും സ്നേഹം കിട്ടാതെ വേദനപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെട്ട കാര്യമില്ല. ഇത്ര ആത്മാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെ. സന്തോഷിക്കുക, സന്തോഷിക്കുക. നിങ്ങളുടെ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ ഭാഗ്യവാന്മാർ. സ്നേഹം കിട്ടാത്ത ഇടത്തുനിന്ന് അതിന്റെ ഇരട്ടി സ്നേഹം തരുന്ന നല്ല പിതാവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിഷമിക്കണ്ട, വേദനയ്ക്കണ്ട. ഇന്ന് അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ ഭാര്യ ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ തിരികെ പോയവരാ, ഭർത്താവ് ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ പിരികെ പോയെന്ന് വരാം. കാരണം ഗ്യാരണ്ടി ഇല്ല. പക്ഷേ ഒരിക്കലും പിരിയാതെ ലോക അവസാനത്തോടെ എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും എന്ന് പറയാൻ ഒരുവനെയുള്ള യേശു മാത്രമാണ്. മനുഷ്യനെല്ലാം പറയാ വാക്കുമാറും, യേശു വാക്ക് മാറത്തുമില്ല. എത്ര ഉറച്ച് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. എത്ര ഉറച്ച് നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് പ്രത്യേക ചില ഉദ്ദേശങ്ങളുണ്ട്. ഉദ്ദേശം പലർക്കും കാണിക്കാൻ കഴിയില്ല. നമുക്കത് തെളിയിക്കണം. നമുക്ക് കർത്താവിനോട് നിൽക്കണം. നമുക്ക് ആ കർത്താവിന്റെ ഇഷ്ടത്തിന് നമ്മൾ നിറവേറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അതിന് നമ്മൾ ഒരു ത്യാഗവും സഹിക്കേണ്ട, എല്ലാം നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ചു കഴിക്കണം. ഒരൊറ്റ കാര്യം, ഈ ശരീരം ദൈവത്തിന് വേണ്ടി കൊടുത്തൂടെ? ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാക്കി വിട്ടുകൊടുത്തൂടെ? ദൈവത്തിന്റെ മന്ദിരമാക്കി വിട്ടുകൊടുത്തേക്ക് അപ്പം നമ്മുടെ ഇഷ്ടം ചെയ്യണ്ട, ദൈവ ഇഷ്ടം നമുക്ക് ചെയ്യാം. അടിച്ചാൽ നമുക്ക് അടികൊള്ളാം, തുപ്പിയാൽ നമുക്ക് തുപ്പലേക്കാം. നമ്മുടെ കർത്താവിനെ അങ്ങനെ ചെയ്തില്ലേ? നോണ പറയാം, അവര് പറയട്ടെ, വേദനിക്കുന്നവര് വേദനിപ്പിക്കട്ടെ. അവിടെ എല്ലാം കർത്താവ് നല്ലതായിട്ട് അവരെല്ലാം സ്നേഹിച്ചില്ലേ? എന്തെല്ലാം സഹിച്ചിട്ട് പേടിക്കണ്ട. കർത്താവിന് ഒരു ഉറച്ചു നിന്നുകൊണ്ട് സത്യസന്ധമായി ദൈവത്തെ ആരാധിച്ച് ദൈവത്തിനായിട്ട് ഇന്നലെ വരെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, ഇന്ന് മുതൽ ഞാൻ ജീവിക്കും കർത്താവിനെ വേണ്ടി. ഒരു തീരുമാനം നമുക്ക് എടുക്കട്ടെ. ഞാൻ പലപ്പോഴും ഓരോ കാര്യങ്ങൾ പറയാം. കുഞ്ഞുങ്ങൾക്ക് പോലെ ഒരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ എന്റെ അകത്തൊരു ചോദ്യം ദൈവത്തോട്, കർത്താവ് എന്റെ 2 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്, മോനെ നീ ഇവിടെ ഇത് ചെയ്യുമ്പോൾ അവിടെ അവരെ കർത്താവ് സൂക്ഷിക്കാൻ ശക്തമാണ്. ആ പ്രത്യാശയോടെയാണ് ഞാൻ ഉറപ്പോടെ പറയുന്നത്. എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും, എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഗ്രഹം, മക്കളെ നിങ്ങൾക്കൊന്ന് വിട്ടുകൊടുത്തൂടെ? ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാണ്, നിങ്ങളൊരു വിശുദ്ധം വന്ന് ഉണ്ടാക്കി തരും. കുശുമ്പുള്ളിടത്തവൻ ഇരിക്കത്തില്ല, ദേഷ്യമുള്ളിടത്തവൻ ഇരിക്കത്തില്ല, തോന്നിയതുപോലെ ജീവിക്കുന്നത് ഇരിക്കത്തില്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നിടത്തവൻ ഇരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിന്നോട് അവൻ ചോദിക്കുന്നു, നീ എനിക്കൊരു സ്ഥലം ഒരുക്കി തരുമോ? നീ ഇതുവരെ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചില്ലേ? ഇന്നെങ്കിലും നീ എനിക്കൊരു സ്ഥലം ഒരുക്കി തരുമോ? എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റും? അല്പസമയം മക്കളെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ കർത്താവിനെ സ്വീകരിച്ച് നമുക്ക് സ്തുതിക്കാം. കർത്താവെ, തെറ്റുപറ്റിപ്പോയി കർത്താവെ, ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചു കർത്താവെ. ഞാൻ എന്റെ കുടുംബം മാത്രം ഞാൻ ലക്ഷ്യം വെച്ചു. നിന്റെ ഇഷ്ടം എനിക്ക് കഴിഞ്ഞിട്ടില്ല, നിന്റെ സ്നേഹം മനസ്സിലാക്കി എനിക്ക് കഴിഞ്ഞിട്ടില്ല കർത്താവെ. ഞാൻ ആരാധിച്ചു, പ്രസംഗം കേട്ടു, ആലോചിച്ചൊക്കെ ശരിയാ. പക്ഷെ എന്റെ ഹൃദയം തുറന്ന് നിന്നെ മനസ്സിലാക്കി എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് എന്നെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവെ. ആ തരത്തിൽ കർത്താവിന്റെ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വിട്ടുകൊടുക്കാം. നാളത്തെ ദിവസം നമ്മുടെ അല്ലല്ലോ, നാളത്തെ ദിവസം നമ്മുടെ അല്ലല്ലോ. നമ്മൾ നേടിയതെല്ലാം നമ്മുടെ കൂടെ വരുമോ? നമ്മുടെ ഡിപ്പോസിറ്റ് കൂടെ വരുമോ? നമ്മുടെ മക്കൾ കൂടെ വരുമോ? നമ്മുടെ സഹോദരങ്ങൾ കൂടെ വരുമോ? നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം കൂടെ വരുമോ? എന്ത് ഗ്യാരണ്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓടി വന്ന് കർത്താവിനോട് കർത്താവിനെ പിടിക്കുക, സ്വീകരിക്കുക. സമയം മുമ്പിൽ അധികമില്ല. ഇതുവരെ നടത്തിയത്, ഇതുവരെ നിന്ന് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ നിൽക്കേണ്ടതല്ലായിരുന്നു. എത്രയോ പേര് പോയി. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്രയോ പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലും നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രയേ ഉള്ളൂ. എന്നാലും ഒരു നാൾ കൂടെ നമുക്ക് പ്രിയനെ പാടി ഒന്ന്, പ്രിയനെ പ്രിയനെ പ്രിയനെ
ഉത്തമ ഗീത പുസ്തകമൊക്കെ നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം. തെറ്റിദ്ധരിക്കരുത്. അത് പുതിയ മുന്നേറ്റത്തിലെ നിഴലായിട്ട് കൊടുത്തിരിക്കുന്ന മാത്രമേ ഉള്ളൂ സഭയുടെ. അല്ലെങ്കിൽ എന്റെ പ്രിയനെ കാണാൻ വേണ്ടി പ്രിയ ഓടി നടക്കുന്നത് അന്വേഷിക്കുക. അവരുടെ എന്റെ പ്രിയനെ കണ്ടോ. കർത്താവിനെ ഹല്ലേലൂയ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയ എന്ന് കൊടുത്തിട്ട് പറയുകയാണ്, എന്റെ പ്രിയനെ കണ്ടോ എന്റെ അടുത്ത് പോയി ചോദിക്കുക. അവൻ ആരാന്നാ ചോദിച്ചു, നിന്റെ പ്രിയൻ ആരാ? അവൻ 10,000-ലേറെ സുന്ദരൻ. ഹല്ലേലൂയ. സൂര്യപ്രകാശത്തെ കവിയുന്നവൻ, ഈ ലോകത്തിലെ എല്ലാത്തിനെയും കവിയുന്നവൻ, ഈ ലോകത്തിലെ എല്ലാ സ്നേഹത്തെ കവിയുന്നവൻ, അമ്മയുടെ അപ്പന്റെ മാതാവിന്റെ സ്നേഹത്തെ കവിയുന്നവൻ. അവനെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എനിക്ക് അവനെ കാണണം. അങ്ങനെ ഓടി നടക്കുന്ന ഒരു പ്രിയ അവിടെയുണ്ട്. അർത്ഥം ഞാൻ പറയാം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് വേണ്ടി ദാഹിക്കുന്നവരോർത്താണ് അത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ദാഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവിനെ അന്വേഷിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും, നിത്യത എല്ലാം. പക്ഷെ ഇവിടെ ഏത് സമയത്ത് നമുക്ക് ലാഭമാണ് എന്ന് പറഞ്ഞാൽ, യേശു നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് ക്യാൻസർ പോകും, ഏത് രോഗവും വിട്ടുപോകും. നമ്മൾ എന്തിനാ വെറുതെ ആവശ്യത്തെ ഭാരമൊക്കെ വലിച്ചു നടക്കുന്നത്? കർത്താവിനെ സ്തോത്രം ചെയ്യാം, കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവ്. ഈ ലോകം വല്ലാത്തൊരു അവസ്ഥയാണ്. തലമുറകൾക്ക് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി കൗൺസിലിംഗ് കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കളൊക്കെ പലയിടത്തും പോയി പഠിക്കുമ്പോൾ ഒരു ആത്മീയ കൗൺസിലിംഗ് ഇതുപോലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിനുള്ള വഴികളെ തുറക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിനോട് ഒന്ന് നടക്കാം. ആ പാട്ട് പാടിയിട്ട് പോലെ എന്ത് ഗുണമുണ്ടാണ് നമ്മുടെ തേടി കർത്താവ് വന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്ത് ഗുണമാണ് നമ്മുടെ കയ്യിലുള്ളത്? ഹല്ലേലൂയ. എന്ത് ഗുണമുള്ളത്? എന്ത് ഗുണമാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് നന്മയാണ് നമുക്കുള്ളത്? നമ്മളെ ഒന്ന് വിറ്റ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? തൂക്കി വിറ്റാല് ഹല്ലേലൂയ. ആരെങ്കിലും എടുക്കുവോ? കാരണം നാർന്ന ഈ മനുഷ്യനെ. ഹല്ലേലൂയ. നമ്മളെ ആർക്കും വേണ്ട. നമ്മുടെ കയ്യിലുള്ള പണത്തിലുണ്ടെങ്കിൽ അത് മതി മനുഷ്യന്. അത്രയേ ഉള്ളൂ. നമ്മളെ ഒന്നിനും കൊള്ളത്തില്ലെന്നെ അർത്ഥം. ഹല്ലേലൂയ. പ്രായമൊക്കെ കാണത്തില്ലേ ചിലരൊക്കെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ ഇത്രമാത്രം ഈ കർത്താവ് സ്നേഹിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിച്ചുകൂടാ? അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് അടുത്തുകൂടാ? നമുക്ക് അടുക്കാം, നമുക്ക് ഒരുമിച്ച് എടുക്കാം. ഒറ്റക്കല്ല, നമുക്ക് എല്ലാവർക്കും കൂടി കർത്താവിനോട് ഒന്ന് അടുക്കാം. എനിക്കിത് പോരാ കേട്ടോ, ഈ അടുപ്പം പോരാ. ഞാൻ ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ അടുപ്പം പോരാ. എനിക്ക് ഇനി ഞാൻ കാരണം അത്രമാത്രം യേശു സ്നേഹിച്ചു, അത്രമാത്രം നമ്മൾ ഒരു യേശു സ്നേഹിക്കും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി കൂടെ നിന്റെ പാർട്ടി ഞങ്ങൾക്ക് വന്ന കൃപയ്ക്ക്, ഇന്ന് രാത്രി കൂടി നീ ഞങ്ങളോട് ഇടപെടുന്നതിന്, ഇന്ന് രാത്രി കൂടി ഞങ്ങളോട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിന്, ഇന്ന് രാത്രി കൂടി അങ്ങനെ സ്നേഹം നീ പ്രദർശിപ്പിച്ചതിനായി ഞങ്ങൾ ഒരു കാര്യം പറയുന്നു. ഹല്ലേലൂയ. ഒന്നിനും കൊള്ളാത്ത ഞങ്ങളുടെ ശരീരങ്ങളെ, ഒന്നിനും വേണ്ടാത്ത ഞങ്ങളെ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നക്ഷത്രക്കാൾ ശോഭയുള്ളതാണ് ഞങ്ങളുടെ തിരിച്ചറിയുന്നത്. അത് യേശുവിലൂടെയാണ് ആ ഭാഗ്യം കിട്ടിയത്. അത് യേശുവിലൂടെയാണ് ആ ഭാഗ്യം കിട്ടിയത്. നക്ഷത്രങ്ങളെ വിലയുള്ളവരായി ഞങ്ങൾ അറിയുന്നു. അത് കാരണം യേശുവിന്റെ രക്തത്തെ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ ഞങ്ങൾ വിലയുള്ളവരായി മാറി, ഞങ്ങൾ കൊള്ളാകുന്നവരായി മാറി, ഞങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറി. ആർക്കും വേണ്ടായിരുന്നു. പക്ഷെ ആർക്കും വേണ്ടാത്തവരെ യേശു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ആർക്കും വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, അങ്ങനെയുള്ള ഭാവികളെ യേശുവിന് രക്തം കൊടുത്ത് യേശു വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആർക്കും വേണ്ട. കയ്യിൽ വല്ലതുണ്ടോ, സ്വത്തുണ്ടോ, പണമുണ്ടോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ ആർക്കും വേണ്ടത് ഈ ലോകം അങ്ങനെയാ. എല്ലാവരുടെ കാര്യം അല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന് നമ്മളെ വേണം. നമ്മളെ ഇല്ലാതെ കർത്താവിന് പറ്റത്തില്ല. കർത്താവിന് നമ്മളില്ലാതെ ഇരിക്കാൻ കർത്താവിന് ആഗ്രഹമില്ല. എന്ത് സന്തോഷം അറിയാം ഒരു സ്തോത്രം കർത്താവിന് നമ്മൾ പറയുമ്പോൾ. എന്ത് സന്തോഷം അറിയാം കർത്താവിന് ഒരു സ്തുതി നമ്മൾ കൊടുക്കുമ്പോൾ. എന്ത് സന്തോഷം അറിയാം കർത്താവിനോട് ഒരു പാട്ട് നമ്മൾ പാടുമ്പോൾ. എന്ത് സന്തോഷം അറിയാം ഒരു മണിക്കൂർ ദിവസം ഇരിക്കുമ്പോൾ. ആ ക്രൂശിൽ നേടിയത് മുഴുവൻ അവിടെ സന്തോഷമായി തീരുന്നത് നാം വിട്ടുവിട്ട് നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്നെയുമല്ല കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ,
ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളെ കലങ്ങി പോകരുത്. മക്കളോട് പറയാ കലങ്ങി പോകരുത്. വലിയവരോട് പറയാ കലങ്ങി പോകരുത്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ കലങ്ങേണ്ടതല്ല. കാരണം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടാത്തത് മുഴുവൻ ഇവിടെ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടാകത്തില്ല. കാരണം സമയമില്ല ഇവിടെ. 80-70 വയസ്സ് മാത്രം. പക്ഷേ നശിക്കാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒന്ന് ദൈവം അവിടെ അവകാശത്തിനെ ഒരുക്കുന്നവരെ അവരെ കണ്ടു. അതിലേക്ക് ആരാ കുരുങ്ങി നോക്കുന്നത്? ദൈവദൂതന്മാർ പോലും കുരുങ്ങി നോക്കുക. അല്ലല്ലേ, ദൂതന്മാരെ ആഗ്രഹിച്ചാണ് കർത്താവിനോട് കൂടെ മണവാട്ടി ഇരിക്കാൻ പറ്റത്തില്ല. അതിനേക്കാൾ ഭാഗ്യമാണ് നമുക്ക് കർത്താവിനോട് കൂടെ. മണവാട്ടി എവിടെ ഇരിക്കണ്ടേ? മണവാട്ടിയുടെ സീറ്റ് എവിടെയാ? മണവാട്ടി മണവാളനോട് കൂടിയാ. ആരാ മണവാളൻ? യേശു എന്ന് പറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ശരിക്കും ആത്മാവിലൊന്ന് തെക്കാവും. കാരണം അത്ര ആഴം. ആ യേശുവിന്റെ കൂടെ മണവാട്ടിയായിട്ട് ജീവിക്കാന്ന് പറയാം. മുഴുവൻ വില കൊടുത്തിട്ടാ നമ്മളെ ഒന്നും നമ്മളെ കൊണ്ട് മുടക്കിക്കാതെ ഒരു ഉടുപ്പിന്റെ ബട്ടൺസ് പോലെ നമ്മളെ കൊണ്ട് മുടക്കിക്കാത്ത രീതി ദൈവം തന്നു നടത്തുന്ന നമ്മളെ. എന്നിട്ട് അവിടെ അവന്റെ മണവാട്ടിയായിട്ട് അവനൊരു ആഗ്രഹമുണ്ട്. മനുഷ്യന്റെ ഒന്നും അവന് വേണ്ട. അവൻ മുഴുവൻ വില കൊടുത്തിട്ടാണ് മനുഷ്യനെ തിരിച്ചു പിടിക്കും. അങ്ങനെ നമ്മൾ അതിനായിട്ട് ഒരുക്കാൻ ദൈവം ബാക്കിയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം നമ്മൾ ചിന്തിച്ച് കാണത്തില്ല, അത്രത്തോളം മനസ്സിലാക്കി കാണത്തില്ല. ഒരു മീഡിയത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് സ്നേഹത്തിൽ ഇടപെടുകയാണ്. അങ്ങനെയല്ല മക്കളെ, സമയം ഇനി അധികം മുമ്പിലില്ല. പഴയതുപോലെ നമുക്ക് പോകാൻ ഏത് സമയത്ത് എന്തും ആമേ കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ഹല്ലേലൂയ. അവസാനം എല്ലാത്തിന്റെയും സമീപിച്ചിരിക്കുന്നു. നാളെ എന്ന ദിവസം ചിന്തിക്കാൻ പറ്റാത്ത തലത്തിൽ ഭൂമിയിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും മാറാവ്യാധികൾ കർത്താവിന്റെ പ്രവചന നിവർത്തീകരണത്തിലൂടെ നാളെ എന്നൊരു ദിവസവും ചിന്തിക്കാൻ പറ്റാത്ത തലത്തിൽ ലോകമെത്തിക്കഴിക്കും. ഹല്ലേലൂയ. ഇനി വച്ച് താമസിക്കുന്നത് നഷ്ടമായിരിക്കും. നാളെ ആകട്ടെ ചിന്തിക്കരുത്. ഇതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മുടെ ഹൃദയം കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഈ ഹിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത്രയുള്ള കാര്യം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ആരാധിക്കാൻ കഴിയും. കർത്താവ് അത്ഭുതങ്ങൾ നമ്മൾ ചെയ്യും. പിശാച് പലപ്പോഴും മനസ്സിനായിട്ട് തെറ്റിക്കുകയാണ്. എന്താണെന്നറിയാമോ? നിനക്ക് ആ വിടുതൽ നടന്നില്ല, ഈ വിടുതൽ നടന്നില്ല, നിന്റെ വീട് ഇങ്ങനെയല്ലേ, നിന്റെ അവസ്ഥ ഇങ്ങനെയല്ലേ, ദൈവം നിനക്കത് ചെയ്തോ എന്ന് നമ്മളെ ചിന്തിപ്പിച്ച് തെറ്റിക്കുകയാണ്. അത് അവന്റെ തന്ത്രങ്ങളാ. അത് നിങ്ങൾ വീഴരുതേ. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ. എന്തോ നമുക്ക് വേണ്ടി നല്ലതൊന്ന് കണ്ടിട്ട് തന്നെയാണ് ഈ രീതിയിൽ അമ്മ ഈ പ്രതികൂട്ടൂടെ കടന്നു പോകുന്നത്. സാരമില്ല, അതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. കർത്താവിന്റെ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു നമ്മുടെ കത്ത് ഒരു ഹൃദയത്തെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് സന്തോഷത്തോടെ ധ്യാനിച്ചുകൊണ്ട് ദൈവകത്തരുന്ന ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തല്ലോ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.